ഞാൻ എപ്പോഴും പറയണമെന്ന് വിചാരിച്ചേ നമ്മുടെ കരിക്കുണ്ടല്ലോ, കരിക്കിൻ്റെ തേരാപ്പാര സീരീസ് എൻ്റെ അമ്മ ഇത്രയും ചിരിപ്പിച്ചൊരു സംഭവമില്ല. അവന്മാർ സിനിമയാക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു, ഭയങ്കര സിനിമയാക്കാമെന്ന് ഭയങ്കര കൊള്ളമൊക്കെ ആയിരുന്നു. സിനിമയാക്കിയ അതിനുള്ള പ്ലാനിങ് ഒക്കെ അവർ തുടങ്ങിയതാണ്. എന്തുകൊണ്ട് അവന്മാരത് സിനിമയാക്കാൻ ചെന്നിപ്പോൾ ആയിരിക്കുന്നത്. പിന്നെ അവന്മാരെ ഇപ്പോൾ വരുന്ന സീരീസൊക്കെ ഭയങ്കര കുറവും. പക്ഷെ ഇപ്പോഴും എനിക്ക് അതിനകത്ത് കോമഡി, അവന്മാരുടെ നാച്ചുറൽ കോമഡി ഉണ്ടല്ലോ, അതിപ്പോഴും എനിക്ക് ഭയങ്കര വർക്കാണ്. ഇപ്പോൾ സംതിങ് ഫിഷ് എന്ന് പറഞ്ഞ ലാസ്റ്റ് ഒരു സംഭവം ഇറങ്ങിയായിരുന്നു. അതിനകത്ത് വരെ സാധനങ്ങളുണ്ട് നല്ല. അവരുടെ മേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം പഴയ പോലെ അല്ല, പഴയ നമ്മളെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന കണക്ക് ഇപ്പോഴത്തെ പല റീൽസുകളിലും ഉണ്ടല്ലോ, കൊച്ചു കോമഡി വീഡിയോസുകൾ ചെയ്യുന്ന കണക്കായിരുന്നു അവർ തുടങ്ങിയത്. പക്ഷെ ഇമ്മ പക്ക ഇപ്പം സിനിമ ക്വാളിറ്റിയിലാണ് അവർ ചെയ്യുന്നത്. കോമഡി കുറവുണ്ട് വന്നിട്ടുണ്ട്, പക്ഷെ കോമഡി ആണെങ്കിലും നമുക്കല്ലേ ഈ ജോർജും നോലനും ഒക്കെ ഇപ്പോഴും ആ പേരിലൊക്കെ അറിയപ്പെടുന്നത്, ആ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഇപ്പോഴും നമ്മൾ അവന്മാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര രസമാണ്. എന്നില്ല ജഗതി മോഹൻലാലിനെ കോമ്പിനേഷനൊക്കെ കാണുന്ന പോലെ നമുക്ക് അവന്മാർ വന്ന് അവർ എന്തെങ്കിലും ഒരു കാണും, എന്തൊരു വളം അതിപ്പോഴും ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ആ തേരാപ്പാര ഒന്നുകൂടെ വന്നാൽ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടായിരിക്കും അവർ ഈ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് മാത്രം അവർ വീഡിയോ ചെയ്യുന്നതൊക്കെ ആയിപ്പോയി. എല്ലാത്തിനകത്ത് ആക്ച്വലി ഇപ്പം ക്വാളിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പൊ അത്രയും ക്വാളിറ്റി നിർമ്മിക്കുന്നതിന് എന്തായാലും സ്പോൺസർഷിപ്പ് ഇല്ലാതെ അവന്മാർക്ക് നടക്കത്തില്ല. യൂട്യൂബിൽ നല്ല അവന്മാർക്ക് വരുമാനം എന്ന് അവന്മാർ പറയുന്നുണ്ട്. ആക്ച്വലി ബാക്കി എന്താ പറയുക, അതിലെ ആക്ടേഴ്സിനൊക്കെ വേറെ ഓഫേഴ്സ് കിട്ടിയിട്ടും പോകുന്നില്ല എങ്കിൽ അത്രയും നല്ല റെമ്യൂണറേഷൻ അവർ കൊടുക്കുന്നുണ്ടായിരിക്കുമല്ലോ. അല്ലെ പിന്നെ അവന്മാർ തന്നെയല്ലേ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ ഡയറക്ഷനും. അതിൽ ഡയറക്റ്റ് ചെയ്ത പല ടീംസുകളൊക്കെ സിനിമാ മേഖലയിലോട്ട് ഇറങ്ങുന്നുണ്ട്. അതെ. അപ്പോൾ അല്ല ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു കളരിയാണ് സത്യം പറഞ്ഞത്. അതെ, ഒരു അഭിനയക്കളരി പോലെ സംഭവം. ആക്ച്വലി അത് നല്ല ഇതിലാണ്. പക്ഷേ യുമാർക്ക് ഈ സ്പോൺസർഷിപ്പ് ഇല്ലാതെ നടത്താൻ പറ്റത്തില്ല. ഇതെങ്ങനെ ഇപ്പം ഞങ്ങളുടെ തന്നെ ഒരു ചെറിയൊരു സെറ്റപ്പിലൊരു ഷോർട്ട് ഫിലിം ചെയ്തതിന് 10,000-20,000 രൂപ മിനിമം ആയിട്ടുണ്ട്. ആ ഒരു സംഭവം 10 മിനിറ്റ് ഇല്ല അതിനകത്ത്. ഒരു 6-7 മിനിറ്റേ ഉള്ളൂ. ഒരു ദിവസത്തെ പരിപാടിയേ ഉണ്ടായിരുന്നുള്ളൂ, ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ. ബട്ട് എന്നാൽ അതുകൂടെ പറയാം, ദ്വയം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ ഒരു ദിവസത്തെ ഷൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് സ്ക്രിപ്റ്റിൽ ആദ്യമേ തുടക്കത്തിൽ തന്നെ കുറച്ച് ചെറിയൊരു രീതിയിലാണ് തുടങ്ങിയെങ്കിലും പിന്നെ അത് വേറെ രീതിയിലോട്ട് മാറി. അങ്ങനെ അതിന് അവസാന നിമിഷമാണ് അതിൻ്റെ ഒരു ഷേപ്പ് വന്നത്. എന്നിട്ട് അവസാനത്തെ തലേന്നാണ് അതിൻ്റെ ഷോർട്ട് ഡിവിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിറ്റേന്ന് ഷൂട്ട് തുടങ്ങിയെങ്കിലും നമുക്ക് അതിനകത്ത് തന്നെ ഇപ്പം ക്യാമറാമാന് വെളിയിൽ നിന്നുള്ള ആളാണ്, അപ്പോൾ അതിന് പൈസ കൊടുക്കണം. അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സായിട്ട് വെച്ചതെല്ലാം നമ്മുടെ പിള്ളേരൊക്കെ തന്നെ ആയിരുന്നു. അത് കാരണം അതിനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അഭിനയിച്ചതും നമ്മുടെ പിള്ളേർ തന്നെ ആയിരുന്നു. അതിന് നമുക്ക് എമൗണ്ടൊന്നും പൈസയൊന്നും ആയിട്ടില്ല. ബട്ട് സ്റ്റിൽ ബാക്കിയുള്ളവർ, അതായത് എഡിറ്റിങ്ങിന് അല്ലെങ്കിൽ മ്യൂസിക്കിന് കുറച്ച് പൈസ ആയിട്ടുണ്ട്. എഡിറ്റിങ് നമ്മുടെ പയ്യൻ തന്നെ, അവൻ തന്നെ ആയിരുന്നു ഡയറക്ടർ തന്നെ, അമൽ എന്നാണ് പേര്. അവൻ തന്നെയാണ് ഡയറക്ഷനും എഡിറ്റിങ് എല്ലാ സംഭവങ്ങളും അതെല്ലാം അവൻ തന്നെ ആയിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്കിപ്പം അല്ലാത്തുള്ള ചിലവുകളുണ്ടല്ലോ, കോസ്റ്റ്യൂമിനാണെങ്കിലും ഫുഡിനാണെങ്കിലും ക്രൂസിന് ഒരു ചിലവുണ്ടാവും. അപ്പോൾ നമ്മൾ വിളിച്ചിട്ടാണല്ലോ അവർ വരുന്നത്. അപ്പോൾ അവരെ എത്ര ദിവസത്തെ ഷൂട്ട്? ഒറ്റ ദിവസത്തെ ഷൂട്ട്. പിറ്റേ ദിവസത്തെ അപ്പോഴാണ് നമ്മൾ ആ പ്രൊഡക്ഷൻ്റെ ഒരു ഇത് മനസ്സിലാക്കുന്നത്. പിറ്റേ ദിവസത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അല്ല, പിറ്റേ ദിവസം കൂടെ എക്സ്റ്റെൻഡ് നമുക്ക് അവസാന നിമിഷം മഴ പെയ്യോ ലൈറ്റ് പോകുമോ എന്നുള്ളൊരു ഇത് വന്നായിരുന്നു. അപ്പോൾ ലൈറ്റ് പോകുമ്പോൾ എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് പെട്ടെന്ന് 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ വലിയ ഡ്യൂറേഷൻ അല്ല, ഒരു ദിവസത്തിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങളാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പം പിറ്റേ ദിവസത്തേക്ക് മാറിക്കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ്റെ വാല്യൂ ഡബിൾ ആവും. നമ്മൾ വിചാരിക്കുന്നുണ്ടല്ലോ ഇത്രയും പേരുടെ ഫുഡ്, ക്യാമറാമാൻ്റെ വാടക, ക്യാമറയുടെ വാടക, കോസ്റ്റ്യൂമിൻ്റെ വാടക, ഇതെല്ലാം നമുക്ക് എക്സ്ട്രാ വരും. വേറെ ഒന്നും ഇതിനകത്ത് ചിലവില്ലാഞ്ഞിട്ട് പോലും, എന്നിട്ട് പോലും 10,000, 20,000 to 30,000 രൂപ നമുക്ക് ചിലവായി. അതിനകത്ത് കുറേ പേര് സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇറക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ആ പ്രൊഡക്ഷൻ്റെ ഒരു ഇത് വലിയൊരു സിനിമ ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും അല്ലേ? അതുണ്ട് നമുക്ക്. പക്ഷേ എക്സ്ട്രാ ഇതിനകത്തൊരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നിഖിൽ പ്രസാദ് അവൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അവനും ഇത് കിട്ടണമെങ്കിൽ ഈ സ്പോൺസർഷിപ്പിനെ പറ്റത്തുള്ളൂ. അല്ലാതെ ഇത്രയും പേരെ റിമ്യൂണറേഷൻ കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഗാഡ്ജറ്റ്സ് വാങ്ങണം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ അവന്മാർക്ക് എക്യുപ്മെന്റ്സ് കാണാം, ഇല്ലെങ്കിൽ അതെല്ലാം ഫിലിം ഫീൽഡ് എടുക്കുന്ന കണക്ക് തന്നെ എടുത്ത് ചെയ്യുന്നതായിരിക്കാം. അതെ. പിന്നെ നമ്മുടെ ഈ ഫിലിം എന്ന് പറയുന്നത് വളരെ ചുരുക്കം പേരിലേക്ക് എത്തിയിട്ടുള്ളൂ. സ്റ്റിൽ ഇവന്മാരുടെയൊക്കെ അത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എത്ര കോടി ആൾക്കാരിലേക്കാണ് പെട്ടെന്ന് എത്തുന്നത്. പിന്നെ അതിൽ നിന്ന് തന്നെ കുറെ അഭിനയിച്ചവരൊക്കെ സിനിമയിൽ നിന്നും വന്നവരുണ്ട്, ചെറിയ റോളുകളിൽ ഉണ്ട്. ഇവന്മാർ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാം ചെയ്യുന്നതെല്ലാം ഇവന്മാരുടെ ആൾക്കാർ തന്നെ, ഈ പണ്ട് മുതലേ ഉള്ള ആൾക്കാർ, അവരൊന്നും പോകാതെ തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വലിയൊരു സംഭവം. ചിലപ്പം എനിക്ക് തോന്നുന്നില്ല എത്ര വലിയ പൈസ ചെലവ് അവന്മാർക്കുണ്ടോ
എനിക്ക് മാസ ശമ്പളമാണോ, ചിലപ്പോൾ മാസ ശമ്പളം ആവാൻ, ഇല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റ് ഇറക്കുന്നതിനനുസരിച്ച് ഉള്ള പൈസ ആയിരിക്കാം. അല്ല മാസ ശമ്പളം എന്തായാലും കാണാതിരിക്കത്തില്ലല്ലോ, എന്ന് കാരണം ഓഫീസിലുണ്ടല്ലോ അല്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും. എനിക്കറിയത്തില്ല അവന്മാരുടെ ഡീൽ എങ്ങനെയാണെന്ന് അറിയില്ല. കോൺട്രാക്ട് കാണും, ഇത്ര ദിവസത്തെ ഇത്ര വർഷം ഇവരുടെ ഇതിൽ പ്രവർത്തിച്ചോളാം എന്നുള്ള ഒരു ഇതിൽ കാണാം. പക്ഷെ അവന്മാരുടെ പ്രോഡക്റ്റ് അടിപൊളി ക്വാളിറ്റി ഒരു രക്ഷയില്ലാത്തല്ലോ ക്വാളിറ്റി. ഞാൻ പിന്നെ ഇതിനാ ഈ കോമഡി എന്ന് പറഞ്ഞല്ലോ സാധനം, നമ്മുടെ ഫിലിം കോമഡീസും ഇതിന്റെ കോമഡീസും തമ്മിലുള്ള ഈ വൾഗർ കോമഡീസ് ഒന്നുമില്ലാത്ത സംഭവമാണ് ഈ കരിക്കിന്റെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ +2 എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടായിരുന്നു. സ്കൂളിലെ പിള്ളേർ ടൂറ് പോകുന്നതും ആ ക്ലാസ്സിൽ നടക്കുന്ന കുറെ ഹാപ്പനിങ്ങും അവരൊരു വൾഗർ പോലും ചെയ്തില്ല, പക്ഷെ അവിടെ ഇരുത്തി നമ്മളെ ചിരിപ്പിച്ച്. അതെ, ഇതേ സാധനം തന്നെ മറ്റേ അട്ടാർ ലവ് എന്ന് പറഞ്ഞിട്ട് ഒമർ ലുലു എടുത്ത് വെച്ച് എന്നാ വൾഗർ അതിനകത്ത് ഒരു കോമഡി പറയാൻ തന്നെ ചളി ഈ സാധനങ്ങൾ എടുത്തു വെച്ച് അത് സത്യം പറഞ്ഞാൽ അത് വർക്കായില്ല. പല കോമഡികളും അടിച്ച് കോമഡി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വൾഗർ കോമഡി. ഇവന്മാരുടെ കണക്ക് ചെയ്യാൻ ആരും ഇല്ല എന്നത് എനിക്ക് തോന്നുന്നു. ഫിലിമിൽ അതുപോലത്തെ സാധനം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിൽക്കാലത്ത് വന്ന് ചിരിക്കാൻ പറ്റുന്ന സാധനമാണ്. ഇവന്മാർ എന്തുകൊണ്ട് ഫിലിം എടുത്തുകൂടാ? അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നല്ലോ തുടക്കത്തിൽ, അങ്ങനെ പ്ലാൻ തേരാപ്പാര ഫിലിം ആക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്ക് ഏതൊരു പടത്തുണ്ടായിരുന്നല്ലോ ജോർജ് അഭിനയിച്ച അവരുടെ പേര് ഞാൻ മറന്നുപോയി. അവൻ അഭിനയിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നു, ഫുട്ബോളിന്റെ കാളിദാസന്റെ പടമൊക്കെ ആയിട്ട്. അതിനകത്തൊക്കെ ആ സമയത്ത് ഇല്ല, അതൊന്നും ക്ലിക്കായില്ല. എനിക്ക് തോന്നുന്നു ഇവരുടെ കൂടുതലും കോമിക്കലായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ഇതായതുകൊണ്ടായിരിക്കാം. എല്ലാം എല്ലാരും ആക്ട് ചെയ്യും, ഏത് ക്യാരക്ടർ കൊടുത്തു. പ്രത്യേകിച്ച് മറ്റേ അവന്റെ പേരെന്തോന്ന്, എന്തോ ഭുവനചന്ദ്രനോ അങ്ങനത്തെ ഒരു ഇത്തിട്ടുണ്ടല്ലോ, ബ്ലാക്ക് കളറിലെ ഇരിക്കുന്ന മറ്റേ അവനുണ്ടല്ലോ, ഇച്ചിരി വണ്ണമുള്ള ചമ്പിയായിട്ടുള്ള കൃഷ്ണേന്ദ്രൻ. പുള്ളിക്കാരന്റെ രക്ഷയില്ല. അത് ഏത് അമ്മൂമ്മ, അപ്പൂപ്പൻ, പിച്ചക്കാരൻ, എല്ലാ സാധനവും കള്ളൻ എല്ലാ സാധനവും എടുക്കും. പോക്കറ്റടിക്കാരൻ, ഗുണ്ട, ജുപ്പിറ്റർ, അതിന് ഞാനത്തെ അമ്മരെ ഇങ്ങനെ 1 by 1 അമ്മറെ ഈ കോമഡിയുടെ ഒക്കെ ഒരു ഇത് കുറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ അടിച്ച കോമഡി വെച്ച് നോക്കിയാൽ ഇപ്പൊ ഒന്നുമില്ല. നമ്മളിപ്പോ പലതും പറയും, സിനിമക്കാരായാലും പറയും കോമഡി കുറഞ്ഞു പോയല്ലോ എന്ന് പറയുന്നത്. പക്ഷെ കോമഡി കുറഞ്ഞു പോയാലും അമ്മ ചെയ്യുന്നതിൽ ഒരു ഇതുണ്ട്, നമുക്ക് നമ്മുടെ ആ ഇഷ്ടമുള്ളല്ലോ അവിടെ കിടപ്പുണ്ട്. ഇപ്പോഴും അമ്മർക്ക് അറിയാം അത്, ആ കഴിവുണ്ട് അമ്മമാരുടെ, ആ വരാനുള്ള കഴിവ്. സത്യം പറഞ്ഞാൽ അമ്മ ഒരു സിനിമ ചെയ്യണം, അത്യാവശ്യമാണ്. അതുമല്ല ഇവര് പഴയ ആ ബേസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇവര് ഈ പറഞ്ഞ പോലെ ഒരു ഇഷ്ടം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, അതിപ്പോഴും നിൽക്കുന്നുണ്ട്. അതാണ് മെയിൻ. അതിന്റെ പുറത്താണ് ഇവന്മാർ വർക്ക് ചെയ്യുന്നത് മൊത്തം. ക്വാളിറ്റി എന്ന് പറയുന്ന ക്വാളിറ്റി കൂടിയിട്ടുണ്ടെങ്കിലും ഇവന്മാർ ഒരു പരിധി വിട്ടിട്ട് വൾഗറോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്തത് ആ ഇഷ്ടം കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായുണ്ട്. ഇവന്മാർ ഒരു ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു എപ്പിസോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ആയിട്ടിരുന്ന് കാണാം, ധൈര്യമായിട്ടിരുന്ന് കാണാം. ഇപ്പൊ സിനിമകളൊന്നും വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. ആക്ച്വലി ഞാൻ റിവ്യൂ കേൾക്കാൻ വെയിറ്റ് ചെയ്യുന്നത് ഫാമിലി ആയിട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും ചൂസ് ചെയ്തിട്ടുള്ളൂ. എങ്ങനെ ഉണ്ട് ഫാമിലി ആയിട്ട് കാണാൻ, നമ്മളെ ചൂസ് ചെയ്യുന്നെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ ആയിരിക്കുമല്ലോ. അതെ, പണ്ട് അമ്മ പറയായിരുന്നു, അപ്പാപ്പൻ വന്നിട്ട് പറയും, പിള്ളേരൊക്കെ ഉണ്ടല്ലേ, പെൺപിള്ളേരല്ലേ നിൽക്കുന്നത്, അപ്പോൾ അവരോട് പറയും, ഈ വേറെ കടയിൽ വരുന്ന ഒരാളോട് ചോദിക്കുന്നത് എങ്ങനെയുണ്ട് പിള്ളേർക്കൊക്കെ പോയി കാണാൻ പറ്റിയ പടമാണോ? അന്നേ ഉണ്ട് ഈ ചോദ്യം. അപ്പൊ നല്ല പടവാ, നല്ല ഭക്തി പടവാ എന്നൊക്കെ പറയുമ്പോൾ അവരപ്പോഴേ പറഞ്ഞുവിടാ, എന്നാ പോക്ക് മക്കൾ പോയി കാണാം. അതേ ക്വാളിറ്റി നമ്മൾ പിന്നല്ല പോകുന്നുണ്ട്. അതെല്ലാം കൺസേൺ ആയിട്ടുള്ള മാതാപിതാക്കളോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഉള്ളവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരക്കും. ഇപ്പം ഒന്നും അറിയാതെ കൊച്ചു പിള്ളേരെയും കൊണ്ട് ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഇന്നലെ ഒരു വീഡിയോ കണ്ട്. PVRലെ ഒരു ടിക്കറ്റ് നോക്കാൻ നിൽക്കുന്ന ഒരാൾ തട്ടിക്കയറുകയാണ് പുള്ളിക്കാരൻ്റെ അടുത്ത്. PVRലെ ടിക്കറ്റ്, അതായത് എൻട്രി ചെക്ക് ചെയ്യുന്ന ആള്, ഒരു കുട്ടി വന്നു, 18+ ഉള്ള ഒരു പടമാണ്. അത് എ റേറ്റഡ് മൂവിയാണ്. അതിനകത്ത് കയറാൻ പറ്റത്തില്ല. 18+ താഴെ, 18 ഈ ടിക്കറ്റ് ഓൺലൈൻ എടുക്കുമല്ലോ, ഓൺലൈൻ 3 പേരുടെ ടിക്കറ്റ് അങ്ങനെ എടുത്തു. ഇവർ ഫാമിലി ആയിട്ട് വന്നപ്പോഴത്തേക്ക് ഇയാൾ റെസ്ട്രിക്ട് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടിക്ക് 18 വയസ്സിന് താഴെയാണ്, 18+ ആയിട്ടുള്ള പടമാണ്, ഇതിന് കയറാൻ പറ്റത്തില്ല, കയറ്റി വിടാൻ പറ്റത്തില്ല. അപ്പം ഇയാൾ തന്നെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അച്ഛൻ തന്നെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് കയറാൻ പറ്റത്തില്ല, നിങ്ങൾ ഇങ്ങനെയാണോ PVRന്റെ സ്റ്റാഫ് ബിഹേവ് ചെയ്യേണ്ടത്? പക്ഷെ ആക്ച്വലി അയാൾ ബിഹേവ് ചെയ്തത് കറക്റ്റാണ്. അതെ,
അതെ, അത് തന്നെയാണ് ചെയ്യേണ്ടത്. പൃഥ്വിരാജ് ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഈ സ്ക്രീനിങ് അല്ലെങ്കിൽ ഈ സെൻസറിങ് നടക്കേണ്ടത് സിനിമയ്ക്കല്ല, അത് തിയേറ്ററിലേക്ക് വരുന്ന ഓഡിയൻസ് ആണ് സെൻസറി. അത് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ടാണ്. അത് അതായത് ഈ ആർട്ട് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്രസ് ചെയ്യും, ഡയറക്ടറിൻ്റെ ആർട്ട് കാണാനാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്. എൻജോയ് ചെയ്യാനും മേ ബി എൻജോയ് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ സിനിമയ്ക്ക് ഓരോ ജോണറുണ്ട്. അപ്പോൾ ഡയറക്ടറിന് ഫുൾ ഓണായിട്ട് പടം എടുക്കുക എന്നുള്ളതാണ്. അത് വൃത്തിയായിട്ട് അയാൾ ഉദ്ദേശിച്ച് എന്താണോ അത് വൃത്തിയായിട്ട് എഡിറ്റ് ചെയ്ത് തിയേറ്ററിലേക്ക് എത്തിക്കുക. അതിനകത്ത് ഇത് ശരിയാവത്തില്ല, ഇത് നമ്മുടെ ഇതിന് ശരിയാവത്തില്ല, ഈ രാജ്യത്തിന് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ മതത്തിന് ശരിയാവുന്നില്ല എന്ന രീതിയിൽ കട്ട് ചെയ്ത് കളയരുത്. തിയേറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനകത്തേക്ക് ഈ 18 വയസ്സിനുള്ളവരെ അത് സെൻസർ ബോർഡ് എന്താ ചെയ്യേണ്ടത്, ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അണ്ടർ 13 ആണോ, അണ്ടർ 18+ ആണോ, 13+ ആണോ എന്നുള്ള രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം തിയേറ്ററുകാരാണ് തീരുമാനിക്കേണ്ടത് ആരെയൊക്കെ കടത്തി വേണം. അതാണ് ചെയ്യേണ്ടത്. അത് കറക്റ്റായിട്ട് ചെയ്തു. അയാൾക്ക് കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ മൊത്തം പുള്ളിക്കാരന് കൈയടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ചെയ്യുന്നില്ല. അപ്പം കുറച്ച് നോർത്ത് ഇന്ത്യയിലാണ് ഈ സംഭവം. അപ്പം നോർത്ത് ഇന്ത്യയിലെ കുറച്ചവന്മാർ വന്നിട്ട് ഹിന്ദിയിൽ കമൻറ്റ് ചെയ്തേക്കുന്നത് ഇവന്മാർ ചെയ്തു തെറ്റാണ്, ഇവർക്ക് ഒരു ആക്ഷൻ എടുക്കും, ഇങ്ങേർക്കെതിരെ ആക്ഷൻ എടുക്കും, ഇയാളുടെ ജോലി കളയണം. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്, കറക്റ്റല്ല അയാൾ ചെയ്യുന്നത്. അയാൾ നമ്മൾ ഇത് എന്താ മാർക്കോ വന്ന സമയത്ത് ഒത്തിരി തിയേറ്ററിലും പിള്ളേരെ കയറ്റിയിട്ടുണ്ട്. പിന്നെ അത് PVR അങ്ങനെയുള്ള വലിയ തിയേറ്ററുകൾ മാത്രമേ റെസ്ട്രിക്ട് ചെയ്തത്. പിന്നെ ഞാൻ നമ്മുടെ ആശീർവാദിലൊക്കെ പോയ സമയത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 18+ കയറില്ലെന്നുള്ള. അവർ തടഞ്ഞിട്ടുണ്ടായിരിക്കും, എഴുതി വെക്കണമെങ്കിൽ അവർ തടയണ്ടായിരിക്കുമല്ലോ. അതെ. പിന്നെ നമ്മൾ കുറെ പേര് എടുത്ത് പറഞ്ഞ് പിള്ളേരൊന്നും കൊണ്ടുകൊണ്ടാന്ന്. അതെ അതെ, നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ OTT കണ്ടോളാൻ പറഞ്ഞു. വന്നപ്പോഴും അങ്ങനെ ആവില്ലേ. മാർക്കോ ഒക്കെ കണ്ടിട്ട് പിള്ളേരല്ല, മെയിനായിട്ടുള്ളവന്മാർ തന്നെ എത്ര തലകറങ്ങി വീണിട്ട് പൊക്കി എടുത്തിട്ട് പോയി. അപ്പം പിള്ളേരായിരുന്നു ആലോചിക്കണം. പിള്ളേരൊന്നും അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഇവന്മാരെ കരിക്കുന്ന സാധനമൊക്കെ സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ വന്ന എന്ത് ഓളമാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ട്രെൻഡ് തന്നെ ഉണ്ട്. നമ്മുടെ രോമാഞ്ചം, വാഴ, ഗുരുവായൂർ നമ്മുടെ നാട്ടിൽ അത് വേണ്ട പോട്ടെ, എന്നാലും വേണ്ട. അങ്ങനെ കുറെ യങ് ജനറേഷനെ ഇങ്ങനെ പിടിക്കാനുള്ള കുറെ പടങ്ങളുണ്ട്. അതൊരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. ഒരു അമ്മമാര് ഇവരൊക്കെ ഉണ്ട്, അവരൊന്നും അന്ന് കണ്ടിട്ട് രോമാഞ്ചം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അതല്ല, യൂത്തുകൾക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. പക്ഷെ അതേ തേരാപ്പാരയും കരിക്കിന്റെ പല സാധനങ്ങളും കണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവും. അങ്ങനെ ഒരു കോമഡിക്ക് ഒരു നിലവാരം സംഭവിച്ചിട്ടുണ്ടോ എന്നും തോന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു കരിക്കുകാർക്ക് ആ ഒരു ടീമിന് നല്ലപോലെ ഒരു ഗംഭീര സിനിമ തരാൻ പറ്റും. ഇത് തേരാപ്പാര തന്നെ വേണമെങ്കിൽ സിനിമയാക്കിയ അതിനകത്ത് തന്നെ ഉണ്ട് അവന്മാരുടെ ഈ ലോജിക്കില്ലാത്ത കോമഡി. അവിടെ പണ്ട് മൂക്കിലാ രാജ്യം എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴും ആസ്വദിച്ച് കാണുന്നുണ്ട് ഈ ജനറേഷനുള്ളവർ. അതിനകത്ത് വരുന്ന ഒരു ഫുൾ പണ്ടത്തരം, എല്ലാവരും പണ്ടന്മാര്. ഇപ്പൊ അത് നോക്കിയാലും ഈ തെരപ്പാര നോക്കിയാലും ഫുള്ള് പണ്ടന്മാരാ. അത് എനിക്ക് ഈ പടങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 10 മിനിറ്റുള്ളിൽ നമ്മൾ പടം ഏത് ജോണറാണെന്നത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആ 10 മിനിറ്റുള്ളിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ആ 10 മിനിറ്റാണ് നമ്മളെ ആ 2.5 മണിക്കൂറിലേക്ക് ഡ്രൈവ് ചെയ്യുന്നത്. ആ 10 മിനിറ്റിൽ ഈ സാധനം ഏതാണെന്ന് മനസ്സിലായില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു വേറൊരു ജോണറാണ് നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തേക്കുന്നത്, പക്ഷെ അവസാനം എൻഡിൽ നമുക്ക് വേറെ എന്തെങ്കിലും ആ കിട്ടുന്നതെങ്കിൽ നമുക്കത് വർക്കാവത്തില്ല. എത്ര കടന്ന് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും വർക്കാവത്തില്ല. തുടക്കത്തിലെ ഒരു കുറ്റാന്വേഷണ കഥയാണ്, ഓക്കെ, ഒരു ത്രില്ലറാണ്, അല്ലെങ്കിൽ ഒരു കോമഡിയാണ്, ഇവന്മാർ മണ്ടന്മാരാണ് എന്ന് ഇതാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ ആ പടം മൊത്തം കാണുന്നത്. തെരപ്പരയ്ക്ക് അങ്ങനെ തന്നെയാണ്, ഇവന്മാർ മനസ്സിലായി. അതെ, തുടക്കത്തിലേ അറിയാം. അപ്പോൾ പിന്നെ നമുക്കറിയാം ഓക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇവന്മാർ ഈ കരിക്ക് ടീം തന്നെ തേരപ്പാര ഇറക്കിയവർ തന്നെ വേറെ കിടിലം ഇതിൽ ഇറക്കിയിട്ടുണ്ട്, സീരിയസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ജബ്ല എന്നെ കിടില സാധനമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അവർ കുറേ ഉണ്ട്. ഇത് ലാസ്റ്റ് ഇറങ്ങിയത് തന്നെ ഒരു കുറ്റാന്വേഷണ രീതിയിലുള്ള സാധനമാണ്. അത് പക്ഷെ കോമഡിയാണ്, കോമഡിയിലാണ് നിർത്തുന്നത്. പക്ഷേ ഇവന്മാർ ജോണർ മാറി തന്നെ പല സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ചിലവന്മാർ വന്നിട്ട് കമന്റ് ബോക്സിൽ കരയുന്ന കാണാം, ഇതേപോലെ ഇതൊന്നും അല്ല കരിക്കില്ല പ്രതീക്ഷിച്ചത്. പക്ഷെ ഇവന്മാർ ട്രൈ ചെയ്യുന്നുണ്ട്, പല പല ജോണറുകൾ വരണം. അതെ, ഒത്തിരി സാധനങ്ങളുണ്ട്. അവന്മാരെ കിടിലൻ കുറെ ഈ സാധനങ്ങൾ പറയുമ്പോൾ തന്നെ കോമഡിക്ക് അതിനകത്ത് ഉള്ള കോമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പീറ്റ് അടിച്ച സാധനങ്ങളൊന്നും അല്ല, ഫ്രഷ് സാധനങ്ങൾ. അതെ, അവന്മാർ അടിക്കുന്നുണ്ട്. ഒരു സിനിമയിൽ നിന്ന് വന്ന സാധനം ഒന്നുമല്ല, അവന്മാരുടെ കയ്യിൽ നിന്നിട്ട സാധനം. നീ അത് കാണണം, മറ്റേ ഇത് സംതിങ് ഫിഷിയിൽ ലാസ്റ്റ് വന്നതിനകത്ത് കുറേ സാധനങ്ങളുണ്ട് നമ്മൾ ഇതുവരെ കേൾക്കാത്ത കുറച്ച് സാധനങ്ങൾ. നമ്മൾ പറയും ഓ കോമഡിയൊക്കെ ഉണ്ടാക്കാൻ ആ പാട് മഞ്ഞ ഇപ്പൊ കോമഡി കിട്ടാൻ പാടില്ല, ഇവന്മാരുണ്ടാക്കാൻ പഠിക്കരുത്, ഇതിലും കിടിലൻ സാധനങ്ങളുണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഇവന്മാർ നല്ല ഈ സംതിങ് ഫിഷ് തന്നെയാണെങ്കിലും ഈ സെക്കൻഡ് പാർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ നല്ല ഒരു ക്ലൈമാക്സ് കൊണ്ടുവരാൻ അവന്മാർക്ക് പറ്റിയിട്ടുണ്ട്. കോമഡിയിലാണ് പറയുന്നതെങ്കിലും അവസാനം കൊണ്ടും നല്ല കിട്ടിലും ക്ലൈമാക്സ് കൊണ്ടുവരാൻ മാതിരി
വ്യക്തമായിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ അവന്മാർ തയ്യാറാക്കിയിട്ട് അതിൻ്റെ പുറത്താണ് കോമഡി ആഡ് ചെയ്ത് കിട്ടിലാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അവന്മാർക്ക് എന്തായാലും സിനിമയ്ക്ക് വന്നാൽ കുഴപ്പമില്ല. പിന്നെ ഇവന്മാർ കുറേ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, കരിക്ക് ഫ്ലിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. കരിക്ക് ഫ്ലിക്ക് ഹാപ്പനിങ് അല്ല, അതാണ് പ്രശ്നം. കരിക്ക് ഫ്ലിക്കിനകത്താണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ജബ്ല വന്നത്. കരിക്ക് മെയിൻ ചാനലിലല്ല വന്നത്, മറ്റതിലാണ് വന്നത്. ബട്ട് സ്റ്റിൽ അതിനകത്ത് ഓഡിയൻസ് ഉണ്ട്. ഈ യൂട്യൂബ് എല്ലാം റെക്കമെൻഡ് ചെയ്യും. അപ്പം കരിക്ക് ഫ്ലിക്കാണോ കരിക്കാണോ എന്നൊന്നും ആൾക്കാർ നോക്കുന്നില്ല. ആക്ച്വലി കരിക്കിൻ്റെ ഒരു വീഡിയോ ഒന്നും ഓക്കെ അത് കാണുക എന്നുള്ളതാണ്. ഞാനും കുറേ നാളിന് ശേഷമാണ് മറ്റേത് കരിക്ക് ഫ്ലിക്കിനകത്താണ് വന്നത്, ഇതല്ല എന്നുള്ളത്. ബട്ട് സ്റ്റിൽ നമുക്ക് എന്താ പറഞ്ഞാൽ വേറൊരു മൂഡാണെങ്കിലും അത് ഇഷ്ടപ്പെട്ടു. അപ്പം പക്ഷേ ഇവന്മാരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും ഇപ്പം വരുന്നില്ല. ഒരു 2-3 മാസവും കൂടെ ഏതെങ്കിലും ഒരു കണ്ടന്റ് ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല ഒന്നിനായിട്ട് ഒരു സാധനത്തിലത്. ഓക്കെ, അവർക്ക് സ്പോൺസർഷിപ്പ് വേണം, പഴയ പോലെ അങ്ങോട്ട് ആൾക്കാർ കൊടുക്കുന്നുമില്ല. അത് ചിലപ്പോൾ കിടുന്ന സാധനങ്ങൾ വന്നേ കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടായിരിക്കാന്ന് എനിക്ക് തോന്നുന്നു. ഇവന്മാര് വലിയ കൊച്ചു കൊച്ചു സാധനങ്ങൾ ഇറക്കാമല്ലോ ഇവന്മാർക്ക്. നമ്മുടെ വെട്ടിയാറൊക്കെ ഇറക്കുന്നില്ലേ അതുപോലെ. സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്തോ നല്ല കാശല്ലേ, പിന്നെ ഭയങ്കര കാശല്ലേ കിട്ടുന്നത്. അതൊന്നും ആർക്കും അറിയത്തില്ലെന്നേ ഉള്ളത്. അത് ചീള് സാധനം അവർ അടിക്കത്തുമില്ല. അതിപ്പം അത് എനിക്ക് സൂപ്പർ സ്റ്റാർ, ഒരു സൂപ്പർമാൻ ആയി അമ്മമാരെ. അപ്പൊ ആ ഒരു ലെവലിലേ ഇനി അടിക്കാൻ പറ്റത്തുള്ളൂ. അതായിരിക്കും അമ്മമാരെ ഇങ്ങനെ മേ ബി അതായിരിക്കും പിടിച്ച് നിൽക്കുന്നത്. പക്ഷെ കൂടുതൽ കണ്ടന്റ് അവരുടെ സൈഡിൽ നിന്ന് വരണം. ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, തേരാപ്പാര എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 40 മിനിറ്റ്സ് ഉള്ള അല്ലേ? എത്ര മിനിറ്റ്? തേരാപ്പാര ഒരു വലിയ ഇതുണ്ട്, 20 മിനിറ്റ്സ് 20 കണ്ട അങ്ങനെ ഉള്ളൂ, കുറച്ച് സാധനങ്ങളാണ്. പക്ഷെ അത് തന്നെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കും. അതേപോലത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ എനിക്കിപ്പോഴും എന്റെ പേഴ്സണലി ഫേവറേറ്റ് എന്ന് പറയുന്നത് അറേഞ്ച്മെന്റ് കല്യാണമാണ്. എത്ര പ്രാവശ്യം കണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിനകത്ത് ബംഗാളി അതിനകത്ത് എനിക്ക് ഏറ്റവും കരിക്കിൻ്റെ ടീമിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളത് 2 പേരെന്ന് പറയുന്നത്, ഒന്ന് മറ്റേ സ്റ്റീഫൻ ഉണ്ടല്ലോ, അതായത് അറേഞ്ച്മെന്റ് കല്യാണത്തിന് അച്ഛനായിട്ട് പെണ്ണിന്റെ അച്ഛൻ, അവനൊന്ന്. പിന്നെ കാണാനില്ല അവനൊന്ന്. പിന്നെ രണ്ടാമത്തവൻ എന്താ പറയുന്നത്, നമ്മുടെ അല്ല ഈ എന്താ പറയുന്നത് കൂട്ടുകാരനായിട്ട് വരുന്നില്ലേ, അതായത് ഈ ബാബുവിന്റെ മുതലാളി, അവന്റെ പേരെന്തായിരുന്നു? അവന്റെ പേര് അർജുൻ ദത്തൻ. അപ്പൊ അവനെയും മറ്റേ എനിക്ക് 2 പേരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവനല്ല കൂട്ടുകാരന്മാരായിട്ടില്ല വസ്തു കച്ചവടം ഇതില് തർക്കം ഉണ്ടാക്കാൻ നടക്കുന്നത്. അതിനകത്ത് അവന്മാർ 2 പേരും. ഇവന്മാരെയാണ് അത് ആക്ച്വലി അത് ഡയറക്ഷൻ. അത് ഇവന്മാർ നല്ലവണ്ണം ഡയറക്റ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് ഇവന്മാരൊക്കെ ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് തന്നെ കുറെ പേര് എഡിറ്റ് ചെയ്യുന്നത് മറ്റേ ഈ തലമുടി അവനാണ് ഫുൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവന്മാരൊക്കെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ ഈ പറയുന്ന പോലെ അവന്മാരെ എനിക്ക് പ്രത്യേക ഇഷ്ടമാണ്. എല്ലാവരും ജോർജിന്റെ ഒക്കെ പുറകെ പോകണമെങ്കിലും ഇവന്മാർക്ക് ഒരു പ്രത്യേക വൈബുണ്ട്. അതായത് ഈ അർജുൻ പറഞ്ഞാൽ ഏത് ക്യാരക്ടറോട്ടും പോകും. അതെ ലോലൻ തന്നെ ലോലൻ തുടങ്ങുമ്പോൾ ഇവൻ പിന്നെ ഇവന്മാര് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. പക്ഷെ അവർക്ക് അത്ര റോൾ കൊടുത്തിട്ടില്ല. പക്ഷെ ഈ അർജുൻ ദത്തൻ ഉണ്ടല്ലോ, വൻ ടാലന്റ് ഉള്ള ഒരുത്തനാണ്. ഈ അർജുൻ ദത്തൻ എന്താ പറയുന്നത്, പണ്ടത്തെ മുകേഷ് ഒക്കെ ചെയ്യുന്ന സാധനങ്ങൾ അടിക്കുന്നുണ്ട്. അതായത് ഇപ്പം ഉടായ്പ് ചെയ്യാൻ ആൾക്കാർ കുറവായിട്ടോ. മലയാള സിനിമ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടായ്പ് ചെയ്യാനായിട്ട് ആൾക്കാർ കുറവ്. അപ്പൊ അന്ന് ഈ എന്താ പറയുക, നമ്മുടെ മുകേഷ് ജഗദീഷൊക്കെ ചെയ്ത് വെച്ച സാധനങ്ങളുണ്ടല്ലോ, ആ ഉടായ്പ്, ആ സാധനം ഒന്നും ഇപ്പൊ ചെയ്യാൻ ആളില്ല. അതിന് ചെയ്യാൻ പറ്റിയ ആളാണ്. അല്ല പിന്നെ പുതിയ പിള്ളേർ ഈ യൂട്യൂബിൽ നിന്നൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു മറ്റേ ഈ പടം ഉണ്ടല്ലോ, പടക്കളത്തിനകത്ത് കുറച്ചുകൂടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അവന്മാർ ഈ മറ്റേ എന്താ പറയുന്നത്, അവൻ്റെ പേരെന്തായിരുന്നു, യൂട്യൂബിൽ നിന്ന് പറയുന്ന അരുൺ പ്രദീപും പിന്നെ മറ്റവനൊക്കെ ഉണ്ടല്ലോ, അവന്മാരൊക്കെയാണ് കുറച്ച് ഉടായ്പ സാധനങ്ങളൊക്കെ ചെയ്തത്. അതുപോലെ അവന്മാരെല്ലാം ഏജ് ഗ്രൂപ്പ് വേറെയാണ്, അവന്മാരെ റീപ്ലേസ് ചെയ്യുന്നല്ല പറഞ്ഞു. ഇത് അർജുൻ ദത്തൻ പക്ഷെ മുകേഷ് ഒക്കെ ചെയ്ത് വെച്ച് ആ ഒരു സാധനം കൊണ്ടുവരാൻ പറ്റിയ അടിപൊളി. അതെ അതെ, സത്യം പറഞ്ഞാൽ അവന്മാരുടെ ക്യാരക്ടറുകളൊക്കെ നമ്മൾക്ക് ഓർമ്മ നിൽക്കുന്നത് തന്നെ അവർ അത്രയും കിടിലായിട്ട് ചെയ്തു വെച്ചോണ്ടാ. കറക്റ്റ്. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. മരു തിയേറ്ററിലേക്ക് വരണം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഏജ് ഗ്രൂപ്പ് അല്ല, ഒരു പക്ഷെ മൈൻഡ് സെറ്റാണ് കോമഡികൾ ആസ്വദിക്കാനുള്ള ഒരു ഇതെന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ 10 മിനിറ്റിനുള്ളിൽ പിക്ചറിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് ആ കോമഡികൾ അണ്ടർസ്റ്റാൻഡബിൾ ആണെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് റിലേറ്റ് ചെയ്യാൻ പറ്റണം. അതെ, അത് നമ്മൾ ആ ഒരു അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിലോ അനുഭവിച്ചിട്ടുണ്ടെങ്കിലോ നമ്മൾ പെട്ടെന്ന് കണക്ട് ആവും. അതെ, ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലെവലിലോട്ട് ചിന്തിക്കുന്നവരായിരിക്കണം. അതെ അതെ, നമ്മുടെ മൈൻഡ് സെറ്റ് ആ ഒരു രീതിയിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കണക്ട് ആവുകയും എൻജോയ് ചെയ്യുകയും ചെയ്യും. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഈ രോമാഞ്ചം എൻ്റെ അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടു. മേ ബി ഞാൻ അനിയത്തി, അളിയൻ, അമ്മ എല്ലാവരും കൂടെ പോയത് ഒരു യങ് ഓഡിയൻസിൻ്റെ കൂട്ടത്തിരുന്ന കണ്ടിട്ടുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം പോകുന്ന ആൾക്കാരും കൂടെ ഇരിക്കുന്ന ആൾക്കാരും ഒരു ഭാഗമാണ് ഇങ്ങനെ കണക്ട് ആവുന്നത്. ബട്ട് രോമാഞ്ചം കാണുമ്പോൾ രോമാഞ്ചം കണ്ടത് ഫാമിലി മൊത്തത്തിലൂടെ പോയത്. അങ്കിളും ഉണ്ടായിരുന്നു, അങ്കിൾ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ഇത് വരും. ഇപ്പൊ തന്നെ ആനന്ദം ഇത് പോയ ടൂറിന് പോയവർക്ക് അവിടെ പോയ ഇൻഡസ്ട്രി വിസിറ്റ് പോയവർക്ക് പെട്ടെന്ന് കണക്ട് ആവും. പക്ഷെ ഇത് എല്ലാവർക്കും കണക്ട് ആയി. ആനന്ദം എല്ലാവർക്കും എനിക്ക് ഇഷ്ടപ്പെടാത്ത പടമാണ് എന്തോ. ഞാൻ ഇതെല്ലാം പോയിട്ടുണ്ട്, ടൂറിനും അതിനും എല്ലാം പോയിട്ടുണ്ട്. പക്ഷെ അത് എന്താണെന്ന് അറിയത്തില്ല, ഓരോ പ്രതിമയുടെ അടുത്തൊക്കെ ചെന്നിട്ട് ഇത് ഇന്ന ആള്, ഇത് ഭയങ്കര സംഭവമായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് അത്രയും കൊണ്ട് എനിക്ക് ഒരു എന്തോ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടെന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു വിനീത് ശ്രീനിവാസൻ ടച്ച് ഉണ്ടല്ലോ, അത് അതിനകത്ത് ക്രിയേറ്റ് ചെയ്തത് അവന്റെ ശിഷ്യന്മാർ തന്നെ ഇത് എടുത്തേക്കുന്നത്. പക്ഷെ അതെല്ലാവർക്കും കണക്ട് ആയി. ഞാൻ എന്റെ സർക്കിൾ വെച്ച് പറയാ, എല്ലാവർക്കും കണക്ട് ആയി. അങ്ങനെ കണക്ട് ആവാത്തതുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഒട്ടും വർക്കാവാത്തൊരു പടം ആനന്ദം. പാട്ടുകളൊക്കെ ഇഷ്ടമായിരുന്നു. ഈ എന്താ പറയുന്നത്, ഒരാൾ കൂട്ടത്തിൽ നിന്നിട്ട് ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഫിലോസഫി അടിക്കുന്നു, ബാക്കിയെല്ലാവരും കേട്ടിട്ടുണ്ട്. മൊത്തം പടം അങ്ങനെയാണ്. ഓരോ പോയിന്റ് കഴിയുമ്പോൾ ഒരാൾ ഈ ആൾക്ക് പകരം എ ആണ് ആദ്യമേ പറഞ്ഞെങ്കിൽ ബി രണ്ടാമത് പറയും, പിന്നെ അടുത്ത ആള് സി പറയും. ഒരു പ്രതിമ നമ്മൾ എത്ര അതൊരു റിയൽ വേൾഡിൽ നടന്ന ഒരു കഥയായിട്ട് കൂടണമെന്നില്ല. അപ്പം ഞാൻ ഒരു ട്രിപ്പിന് പോകുന്ന സമയത്ത് നമ്മളൊരു കോളേജിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ ട്രിപ്പിന് പോകുന്നത് എത്ര പേര് ഒരു രാജാവിൻ്റെ ഇത് നോക്കിയിട്ട് ഇയാൾ ഭയങ്കര സംഭവമായിരുന്നു, ഇയാൾ എന്തെല്ലാം ചെയ്തു ഇതിന് വേണ്ടിയിട്ട്, അങ്ങനെ എത്ര പേര് പറയും. ഇതേതാ ഈ മാമൻ തിരിഞ്ഞു നോക്കത്തുള്ളൂ നമ്മുടെ പോകുന്നെങ്കിൽ. അങ്ങനെ ഇപ്പോഴത്തെ നമ്മൾ പോയപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. ഇതാ നമ്മൾ മൈൻഡ് പോലും ചെയ്തു. നമ്മളെ ഫോട്ടോ എടുക്കാനും നമ്മളല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് എൻജോയ് ചെയ്യാനും ചളവടിക്കാനും ആ ഒരു മൈൻഡിലാണ്. അതാണ് ആ ക്രിയേഷന്റെ ലെവൽ. അങ്ങനെ ക്രിയേഷൻ അത് ഈ വേറെ ക്രിയേഷൻ ഇത് നമ്മളത് കുറ്റം പറഞ്ഞില്ല. അത് റിലേറ്റീവ് ആയിട്ടുള്ള കുറെ പേരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എനിക്കത് കണക്ട് ആയിട്ടില്ല പേഴ്സണലി. അപ്പം ലോജിക്കലി ചിന്തിക്കാൻ പാടില്ല. ബട്ട് സ്റ്റിൽ ആ ടൈമിൽ എനിക്ക് എന്തോ അത് കണക്ട് ആയിട്ടില്ല. അത് ഓരോരുത്തർ പലതുണ്ട്. നമ്മുടെ ഇതുണ്ടല്ലോ, ഏറ്റവും ഫേമസ് നമ്മുടെ പൃഥ്വിരാജിന്റെ പടം ഉണ്ടല്ലോ, പൃഥ്വിരാജ് ലാൽ ജോസ് എടുത്ത പടം, രവി തരകൻ. അതല്ല അയാൾ ഞാൻ നമ്മളില്ല, മറ്റേ കോളേജ് പടം, ക്ലാസ്മേറ്റ്സ്. അതെനിക്ക് ഒട്ടും മറക്കാത്തോടാ. എനിക്ക് അന്നത്തെ കാലത്ത് എനിക്ക് മറക്കാനില്ല. ബാക്കിയൊരു ഭയങ്കര കോളേജിൽ പഠിച്ചിറങ്ങിയവരെല്ലാം ഭയങ്കര എനിക്കന്ന് വർക്കായതില്ല. പിന്നെ കുഴപ്പമില്ല, പടം വരുക. അതായത് പറഞ്ഞ ഓരോ ഗ്യാപ്പ്. അത് എല്ലാവരും ഒരേപോലെ അല്ലല്ലോ. ക്ലാസ്മേറ്റ്സ് എനിക്ക് വർക്കായ പടം. എനിക്ക് അതൊരു അതായത് എനിക്ക് അതിനകത്ത് വർക്കായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൈഡിൽ കൂടെ ഒരു സ്റ്റോറി പറഞ്ഞു പോയിട്ട് അതേ സ്റ്റോറിക്ക് വേറൊരു ലൈനിൽ വേറെ കുറച്ച് കഥകളും നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത്. ആ ഒരു അതായത് ഇപ്പം എന്താ പറയുക, കോളേജിൽ അടി നടക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ വേറൊരു ഇവന്റ് നടന്നത് നമ്മൾ അറിയാതെ പോയൊരു ഇവന്റ് പിന്നെ അതെനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പറച്ചില് കൊള്ളായിരുന്നു എന്ന് വെച്ചാൽ അന്ന് എനിക്കത് കത്തിയില്ല. പിന്നെ നമ്മൾക്ക് ഓക്കെ അത് കുഴപ്പമില്ല. അത് വെറും പോറെന്ന് ഞാൻ പറയുന്നില്ല, അന്ന് വർക്കായില്ല അല്ല. അത് ഓരോരുത്തരുടെ അനുസരിച്ച് ഇഷ്ടപ്പെട്ട അങ്ങനെ പറഞ്ഞ ആ ഒരു ഇതുണ്ടല്ലോ, അതിങ്ങനെ ഓരോരുത്തരുടെ അനുസരിച്ച് മാറും. നമുക്ക് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല ഏതെങ്കിലും ഒരു മൂവിയിൽ. ഇപ്പൊ തന്നെ നമ്മൾ പറയാം, തേരാപ്പാര എന്നൊക്കെ പറയുന്ന വാഹനം ഒരു കൾട്ട് ക്ലാസിക്കായി മാറും ഇറക്കിക്കഴിഞ്ഞാൽ, സിനിമയാക്കിയ. എങ്ങനെ ആട് എന്നൊക്കെ പറഞ്ഞ സീരീസ് ഉണ്ടല്ലോ, അതുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പടമായി മാറും. ആട് ഇപ്പോൾ ആൾക്കാർ 3 വരുവോ, ആട് മണ്ണിറങ്ങിയോ പൊട്ടിച്ച് കയ്യെ കൊടുത്തവരാ എന്തൊരു കുറ്റം പറഞ്ഞവരാന്നറിയോ, സെക്കൻഡ് കാണാൻ എന്തു ജനങ്ങളായിരുന്നു. അതെ, അത് ജോണർ അതിന്റെ ഒരു കൺസെപ്റ്റേ മാറുന്നത്. നമ്മൾ ഇതിരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിന് മാറും. എൻ്റെ ഒരു ബ്രദറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൊച്ചുണ്ട്, അതിനൊരു വയ്യാഴികയുണ്ട്. ആ കൊച്ചാണെങ്കിൽ സ്ഥിരം ആട് കാണുന്നത് ടി വിയിൽ. അതുവരെ ആസ്വദിക്കുന്നുള്ളതാണ്. അങ്ങനെ ആ ക്യാരക്ടറുകളെല്ലാം ഒരു കോമിക് പോലെ ആ ക്യാരക്ടർ.
അപ്പൊ ഈ തേരാപ്പാരയൊക്കെ വന്നാന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാരും കണക്ട് ആക്കും ഇത്. പക്ഷെ ആടിന് എനിക്ക് ഞാൻ അവര് പല ഇതിന് ഇന്റർവ്യൂവിലും പറഞ്ഞത് കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ആട് ആദ്യമേ ഇറങ്ങിയത് ക്ലൈമാക്സോ അതിലെന്തോ സ്റ്റോറി ഇങ്ങനെ അല്ലായിരുന്നു, ഇച്ചിരി ഒരു വലിച്ചിലോ അല്ല ഒരു എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അത് പിന്നെ ലിജോ കയറി എഡിറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തു. അത് ആക്ച്വലി ഇവര് എല്ലാരും ഷുവർ ഷോട്ട് പടമാണെന്ന് പറഞ്ഞ് അവര് ഹിറ്റ് ഒന്ന് ഉറപ്പ് 100% ഹിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറക്കിയത്. ഇറങ്ങിയപ്പോൾ ഇത് ഫ്ലോപ്പ് ആയ ഫസ്റ്റ് ഇതിലെ ആൾക്കാർക്ക് നെഗറ്റീവ് അടിച്ചപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഇവരെന്താ സംഭവിക്കുന്നത് മനസ്സിലായി. റീ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ലിജോയാ അത് ചെയ്തത്. അതെ, ലിജോ അത് കുറെ മാറ്റി. പക്ഷെ അപ്പോഴത്തേക്ക് ഓഡിയൻസ് പോയി. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് റിലീസ് രണ്ടാമത്തെ വർഷം വന്നതും ആ വെർഷനാണ് സി ഡിയിലും വന്നത്. പക്ഷെ അപ്പോഴത്തേക്ക് ഓഡിയൻസ് തിയേറ്ററിനകത്തുനിന്ന് പോയത് കാരണം അവർക്ക് പിന്നീട് കളക്ഷൻ ഒന്നും കിട്ടിയില്ല. പക്ഷെ സി ഡി ഇറങ്ങിയപ്പോൾ ഭയങ്കര അത് എനിക്ക് ഫസ്റ്റ് വെർഷൻ എന്തായിരുന്നു കാണുന്നുണ്ടായിരുന്നു, പക്ഷെ എവിടെയും ഇല്ല. പക്ഷെ അന്ന് ഞാൻ ഇഷ്ടംപോലെ റിവ്യൂസ് കണ്ടു. അങ്ങനെ പോകാതിരുന്നത് കൊള്ളൂല ഭയങ്കര റിവ്യൂ തെറിയായിരുന്നു എല്ലാവരും. ആണല്ലോ, എന്തോ എനിക്ക് മനസ്സിലായില്ല. ആൾക്കാർക്ക് ആ വേർഷനും കൂടെ ഒന്ന് ഇറക്കണമായിരുന്നു. എന്തായിരുന്നു സംഭവം അറിയാം. ചിലപ്പോ ഇപ്പൊ കാണുമ്പോഴത്തേക്കും ഇതായിരുന്നു ബെറ്റർ എന്ന് പറയും ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഒക്കെ എന്തോ നമുക്ക്. ഇപ്പൊ ഒരു ട്രെൻഡ് കണ്ടു വന്നു വെച്ച് കഴിഞ്ഞാല് ഏതെങ്കിലും ഒരുത്തൻ ഒരു കുറ്റം പറയും, അതിനെ പിടിച്ച് റിയാക്ഷനും കാര്യങ്ങളും എല്ലാം. അതുമല്ല നമ്മൾ സിനിമ കാണുന്ന സമയത്ത് ഒരാളുടെ റിവ്യൂ കേട്ടിട്ട് നമ്മൾ 100% മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ പോയത്. നമ്മൾ ഓരോരുത്തരുടെ ആസ്വാദന നിലവാരവും രീതിയും ഡിഫറൻ്റ് ആണ്. അപ്പോൾ അയാൾക്ക് വർക്ക് ചെയ്യുന്നത് നമുക്ക് വർക്ക് ചെയ്യണമെന്നില്ല. ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ആസ്വാദനത്തിന് അനുസരിച്ചിരിക്കുന്ന 2-3 റിവ്യൂസ് ഉണ്ട് യൂട്യൂബിൽ. ആ യൂട്യൂബിൽ തുടക്കത്തിൽ അവൻ്റെ തംബ്നെയിലോ അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് ഒരു 1 മിനിറ്റോ അല്ലെങ്കിൽ 30 സെക്കൻഡ്സോ കാണുമ്പോഴേ നമുക്ക് ഓക്കെ ഇത് കൊള്ളായിരിക്കും എന്നൊരു ഐഡിയ കിട്ടും. പിന്നെ ഞാനത് റിവ്യൂ കാണത്തില്ല. പടം കാണാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ റിവ്യൂ കാണത്തില്ല. പിന്നെ കാണാതിരിക്കാൻ നല്ലത്. അതെ, പിന്നെ ഞാൻ പോയി തിയേറ്ററിൽ പോയി കണ്ടിട്ട് എൻ്റെ അഭിപ്രായമായിരിക്കും ഞാൻ പിന്നെ മൗത്ത് പബ്ലിസിറ്റി പറയാം. അതല്ലാതെ ഞാൻ പിന്നെ ഈ മൊത്തം റിവ്യൂ കണ്ടിട്ട് ഇന്ന ആളത് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറയുന്നതിനോട് യോജിക്കുന്നതേ ഇല്ല. ഇപ്പം തന്നെ പല റിവ്യൂ തന്നെ ആണെങ്കിലും പെപ്സി അണ്ണൻ വന്നിരുന്നിട്ട് കുറേ നെഗറ്റീവൊക്കെ പറഞ്ഞിട്ട് ആ നെഗറ്റീവ് കാരണം കുറേ പേര് കയറായിരുന്നിട്ട് ഇയാൾ പിന്നെ OTT ഇറങ്ങിയപ്പോൾ കണ്ടിട്ട് പറയുന്നത് ഇയാൾ ഇതിനാണോ നെഗറ്റീവ് പറഞ്ഞത്, നല്ല പടമായിരുന്നല്ലോ. അത് ആ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ സത്യം പറഞ്ഞാൽ മാറ്റേണ്ടത്. നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നായകനാണെങ്കിൽ പോയി കാണുക. അതെ, നായകൻ മാത്രമല്ല ക്രൂ ആണെങ്കിൽ. അതെ, ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് തോന്നുന്നു ഇത് കിടിലൻ പടമായിരിക്കും തോന്നുന്ന പടത്തിൽ പോയി കാണുക എന്നുള്ളതാണ്. റിവ്യൂ കേൾക്കേണ്ടത് അത്യാവശ്യമാണ്. റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ കേൾക്കുക. അതെ, ഒരു പരിധി വരെ നമ്മൾ എന്തായാലും പൈസ മുടക്കിയാണ്, പൈസ സമയം മെനക്കേട് ഇത്രയും കാര്യങ്ങൾ ചിലവാക്കിയാണ് പോകുന്നത്. അപ്പൊ റിവ്യൂ കേൾക്കുന്നുണ്ട്. ഏത് റിവ്യൂ പറഞ്ഞാലും സിനിമ പോയി കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയാന്നുള്ള പറയുന്നത്. അതെ, നമ്മൾ പറയുന്നതിനകത്ത് എന്ത് പറയുന്നത് നമ്മുടെ അഭിപ്രായമാണ് പറയുന്നത്, നമ്മുടെ ഒപ്പീനിയൻ നിങ്ങളാണ്. അതെ, ഒപ്പീനിയനാണ് വരുന്നത്. അപ്പം നിങ്ങൾക്കത് ആ ഒപ്പീനിയൻ ചിലപ്പം പോസിറ്റീവ്, നിങ്ങൾക്കത് തോന്നാം കറക്റ്റാണെന്ന് കണക്റ്റ് ആവുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഇത് വേണം, വ്യൂ വേണം. ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് 100% എടുത്തിട്ട് അങ്ങനെ പോകരുത്. ഞങ്ങളെന്നല്ല ഒരു റിവ്യൂ ആകും 100% ഒന്നും പറയുന്നില്ല. ഒരാൾക്ക് കണക്ട് ചെയ്യുന്നതല്ല അല്ലല്ലോ ബാക്കിയുള്ളവർ കണക്ട് ചെയ്യുന്നത്. സോ പടം എത്ര കണക്ട് ആവാന്ന് നമ്മൾ പറഞ്ഞു. അതെ, ഇപ്പൊ തന്നെ ഞങ്ങൾ തമ്മിൽ എന്തെല്ലാം ഇപ്പൊ അതിനകത്ത് എനിക്ക് വർക്കായില്ല, ക്ലാസ്മേറ്റ്സ് അവിടെ വർക്കായില്ല. അതിനകത്ത് തന്നെ ആൾക്കറിയാം. നമ്മൾ ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ ഓരോരുത്തർക്ക് ഡിഫറൻസ് ആണ്, വ്യൂസ് ഒക്കെ ഡിഫറൻസ് ആണ്. അപ്പം സ്വന്തമായിട്ട് കണ്ടിട്ട് തീരുമാനിക്കുക. ഇതുപോലെ പെപ്സിയും മിറണ്ടയൊക്കെ പറയാനൊക്കെ കേട്ടിട്ട് പോവായിരുന്നു എനിക്കത് പറയാനുള്ളത്. പിന്നെ അതെ, തേരാപ്പാര എത്രയും പെട്ടെന്നൊരു എന്തുവായിരിക്കും ഇടയ്ക്ക് 3D ആണെന്നൊക്കെ പറഞ്ഞായിരുന്നില്ലേ ആ തുടക്കത്തിൽ 3D ആയിരിക്കും. ഇപ്പൊ ഒന്നും പറയുന്നില്ലല്ലോ. ജാംബി എന്ന് പറയുന്ന സംഭവം നീ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം കണ്ടായിരുന്നു? ഇല്ല, കണ്ടില്ല. അത് കുഴപ്പമില്ലായിരുന്നു. അതിന്റെ പോലെ ജാംബി എന്ന് പറഞ്ഞ ഒരു പടം വരുന്നുണ്ട്, ഒരു സോംബി അല്ല, ജാംബി എന്നാ മലയാളത്തിന്റെ പേര്. നീ ഇത് കണ്ടില്ലല്ലേ? അതിന്റെ ഇതൊക്കെ വന്നായിരുന്നു, ടീസർ പോലത്തെ ഒരു സ്നീക്ക് പീക്ക് വന്നായിരുന്നു. ഒരു ഒരു ഇത് നമ്മുടെ തുള്ളൽ ഇതുണ്ടല്ലോ, നമ്മുടെ വെളിച്ചപ്പാട്, പുള്ളിയുടെ ദേഹത്ത് ഒരു ഇങ്ങനെ കയറുന്നതായിട്ടും ഇങ്ങനെ സോംബി പോലെ ആളായി മാറുന്നതായിട്ടും. സോംബി അല്ല, വേറൊരു ടെക്നിക്കാണ് അവർ ഉപയോഗിക്കുന്നത്. 1 സെക്കൻഡ്. അപ്പം ഡിറ്റക്റ്റീവ് ഉജ്ജൽ സ്പോയിൽ ചെയ്യരുത്. അല്ലല്ല, ഡിറ്റക്റ്റീവ് ഉജ്ജലിനകത്ത് എന്തെങ്കിലും വെളിച്ചപ്പാടിന്റെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടോ? ഡിറ്റക്റ്റീവ് ഉജ്ജലിന്റെ ഇത് കഴിഞ്ഞപ്പം ഈ സാധനം അവിടെ കാണിച്ച് അടുത്ത പടത്തിന്റെ
ശരി, അതാണ് എനിക്ക് തോന്നുന്നു. അതിന്റെ ഒരെണ്ണം ഇപ്പം യൂട്യൂബിൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരുടെ സിനിമാറ്റിക് യൂണിവേഴ്സ് ഇവരുടെ വീക്കെൻഡ് ബ്ലോക്ക്ബസ്റ്റർ വീക്കെൻഡ് ബ്ലോക്ക്ബസ്റ്ററിന്റെ എന്തോ ഒരു പോസ്റ്ററോ മറ്റോ റിലീസ് ചെയ്തായിരുന്നു. അതിനകത്ത് മിന്നൽ മുരളി ഉണ്ട്. മറ്റേ മിന്നൽ മുരളി അത് അവന്മാർ ചുമ്മാ ഇറക്കിയത്. കാരണം എന്താ വെച്ചാൽ അവന്മാരുടെ പ്രൊഡക്ഷനിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ഈ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ കാണാൻ പോയത് തന്നെ മിന്നൽ മുരളി എന്തെങ്കിലും കാണുമെന്ന്. പക്ഷെ അതൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, ആ യൂണിവേഴ്സാ. അതേ ടൈം ലൈൻ ഒക്കെയാണോ? അങ്ങനൊന്നും പറയുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞ അതേ ഒരു യൂണിവേഴ്സിലുള്ള ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. വേണമെങ്കിൽ കണക്ട് ചെയ്യാം, കണക്ട് ചെയ്യാതിരിക്കാം. വേണമെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാം. ദുൽഖർ ഇപ്പോൾ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് തുടക്കം ഇട്ടിട്ടുണ്ട്. അതാണ് ലോക. അത് കണക്ട് ചെയ്ത് ഏതോ ഒരു 6 സിനിമ വരുന്നുണ്ട്. അപ്പോൾ ഒരു കണക്ഷനാ. ഇനിയിപ്പോ ദുൽഖറിന്റെ ചിലപ്പോൾ ഒരു സൂപ്പർ ഹീറോ വന്നേക്കാം. ഇത് ക്ലിക്കായ അപ്പം മലയാളത്തിൽ കിടിലം കണ്ടിട്ട്. മലയാളത്തിൽ ഈ വരാനുള്ളത് സോംബി, സൂപ്പർ ഹീറോ, ജാംബി അല്ല ഞാൻ പറഞ്ഞത് സോംബി ക്യാരക്ടർ. നമ്മുടെ സോംബി, സൂപ്പർ ഹീറോ, ഇത് ഏലിയൻ, ഇങ്ങനെയുള്ള കുറെ ടൈം ട്രാവലിംഗ്, അങ്ങനെ കുറെ സാധനങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അണ്ടർ പ്രൊഡക്ഷനില്ല. ഏലിയൻ ആരാ അതൊന്നും അറിയത്തില്ല, വരുമ്പോഴേ അറിയത്തുള്ളൂ. ഓക്കെ, നമ്മുടെ ഈ ലോക തന്നെ ചിലപ്പോൾ ഒരു ഏലിയൻ ഒരു ഭിക്ഷം വരും, ഒരു അന്യഗ്രഹമാണ്. മറ്റേ ഇതുണ്ടല്ലോ ജഗദീഷ് കുമാർ സാർ അഭിനയിക്കുന്ന മറ്റേ അത് വല അത് വേറെ സാധനം മറ്റല്ലാതെ. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റേ ഇതുണ്ടല്ലോ, അത് അവന്മാരെ മറ്റേ സാധനം കണക്ട് ചെയ്ത് തന്നെ വരുന്നതാ ആണല്ലേ. അപ്പൊ അതിന് വേറൊരു സാധനം, അതും ഒരു സോംബി സാധനമാണ്. അതെനിക്ക് അവന്റെ ആ ഒരു സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവന്റെ മേക്കിംഗ് കൊള്ളാം കേട്ടോ, രസമുണ്ട്. അവന് ചെറിയ കളി ഇതിൽ നിന്നാ കളിക്കുന്നത്. അവന് കണ്ടറിയാം, നമുക്കറിയാം അതൊക്കെ ചെറിയ മെയ്ഡ് ചെയ്തിയാ. പക്ഷെ അവൻ ചെറിയ ലോ ക്വാളിറ്റി സാധനമാണ് ചെയ്യുന്നത്. അവന്റെ കയ്യിൽ ഹൈ ക്വാളിറ്റി സാധനം കിട്ടിയ കലക്കും. കുറച്ചും കൂടെ നല്ല സ്ക്രിപ്റ്റ്, നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ്. പക്ഷെ അവന്റെ കൺസെപ്റ്റ് കൊള്ളാം കേട്ടോ, ഒരുവിധം അടിപൊളി കൊള്ളാം. പിന്നെ ആ ഡയലോഗുകള്, ഗണേഷ് പറഞ്ഞ കുറെ ഡയലോഗ് അടിപൊളി വർക്കായിട്ടുണ്ട്, ചിരി തരുന്നുണ്ട്. അതെ, പക്ഷെ അത് തിയേറ്ററിൽ പോയി ഞാൻ കണ്ടില്ല. നിന്റെ എന്തോ മറ്റേ സെറ്റിംഗ്സിന്റെ അടിപൊളിയാണ് ബഹുമാനത്തിന്റെ സെറ്റിംഗ്സ്. അത് നിങ്ങൾ ഇന്നലെ വെള്ളം അടിച്ചപ്പോ പറഞ്ഞില്ലായിരുന്നു. അത് സാധനങ്ങൾ വരുന്നുണ്ട്. വരട്ടെ, നല്ലതല്ലേ. ഇപ്പം തന്നെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൊമോഷനാണ്. ഇപ്പം ഇപ്പം യൂട്യൂബിൽ തന്നെ, ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. വ്യൂസ് കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണോ, ഇന്ത്യയിൽ ഇത്രയും കൂടുതൽ ഡേറ്റ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് നമ്മളെ കേരളത്തിനെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അതായത് എന്താ പറയുക, വ്യൂസ് ആണെങ്കിൽ അത് ഫോറിനേഴ്സ്, നമ്മളല്ല, ഇന്ത്യക്കാരല്ല, ഫോറിനേഴ്സ് ഷൂട്ട് ചെയ്തിട്ട് ഇട്ടേക്കുന്ന സംഭവം, കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മലയാള സിനിമയെക്കുറിച്ച് നല്ല റിവ്യൂസ് വെളിയിലുള്ള ആൾക്കാർ പറയുന്നുണ്ട്, ഒരുപാട് പറയുന്നുണ്ട്. ഇപ്പോൾ സംസാരമായിട്ടുണ്ട് ആൾക്കാർ. ഇപ്പം നമുക്കൊരു പോയിന്റിൽ നമ്മൾ തന്നെ ഈ കൊറിയൻ സിനിമ കാണണമല്ലോ, എല്ലാവരും സംസാരിക്കുന്നല്ലോ, എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ കൊറിയനിലോട്ട് എക്സ്പോഷർ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും സംസാരിക്കും, അത് കിടിലോ എന്ന് പറയുന്നു, അന്ന് പിന്നെ ഒന്ന് കണ്ടേക്കാം. അതേപോലെ മലയാള സിനിമ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട് കുറച്ച് നാളുകളായിട്ട്. ഇനി പ്രൊഡക്ഷൻ ക്വാളിറ്റി കൂടെ വർദ്ധിച്ചാൽ അതെ. ഇപ്പം കൂടുതലും മലയാള സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ നിന്നുകൊണ്ടാണ്, കേരളത്തിൽ നടക്കുന്ന കഥകളാണ് പറഞ്ഞത്. അതല്ലാതെ ഇറങ്ങി ചിന്തിച്ചാൽ വെളിയിലും കൂടെ കണക്ട് ആവുന്ന രീതിയിൽ ലിജോ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എന്തോ ലോക്കൽ ഈസ് ഇന്റർനാഷണൽ. അപ്പം അങ്കമാലി ഡയറീസ് അങ്ങനെയാണ് എല്ലാവരും കണക്ട് ചെയ്യുന്നത്. ബട്ട് കുറച്ചും കൂടെ വെളിയിലോട്ട് നിൽക്കുന്ന തരത്തിലുള്ള കഥകൾ, ഒരു കോമൺ കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ സാധനം വെളിയിൽ കാണിക്കണം, അങ്ങനെ വേണം കാണിക്കാൻ. നമ്മളെ അവന്മാരുടെ സാധനമല്ലേ നമ്മൾ കാണുന്നത്, നമ്മുടെ സാധനം അവർ കാണണം. അതെ, അതുകൊണ്ട് അല്ലാതെ ഇന്റർനാഷണൽ കൊണ്ട് കളിച്ചിട്ട് കാര്യമില്ല. അല്ല, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം, കോമൺ ഇതാണ്. ഇപ്പം ചില എല്ലാ ടറയിലും നിന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഇത് നമുക്കും കണക്ട് ആവും. അതെ. അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം ചില കോമഡി ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ ഇതിലെ വർക്കാവുള്ളൂ. ഇപ്പം തുടരും സിനിമ ഒരു എക്സാമ്പിൾ എടുക്കണം, ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ അതിനകത്ത് പറയുന്നത് കഞ്ഞി വർക്കാവത്തില്ലല്ലോ, നമുക്ക് വർക്കാവണം. അങ്ങനെയുള്ള സാധനങ്ങൾ, അതല്ലെങ്കിൽ മോഹൻലാൽ മുണ്ട് മടക്കി കുത്തുന്നത്,
അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും നാളായിട്ട് മുണ്ട് മുടക്കി കുത്തുന്ന മോഹൻലാലിനെ കാണുമ്പോൾ നമുക്കൊരു അഡ്രാനൽ അത് അവർക്കും അറിയാം. കാരണം വെച്ചാൽ അത് വെളിയിൽ കൊണ്ടുകൊണ്ട സാധനമല്ല, ഇത് ഇവിടെ നിൽക്കുന്ന സാധനം. അപ്പൊ അത് അങ്ങനെ. പക്ഷേ ഈ കേരളം കഴിഞ്ഞാലും അത് വർക്കാവത്തില്ല. ഇല്ല, അതാണ് അതെല്ലാവർക്കും വർക്കാവത്തില്ല. മലയാളികൾക്ക് അത് വർക്കാവും. അപ്പം അങ്ങനെ അതിനകത്ത് അത് വേണ്ടെന്നല്ല, അതിനകത്ത് മാത്രം ഒതുങ്ങിക്കാതെ കുറച്ചും കൂടെ വെളിയിലോട്ട് കണക്ട് ആവുന്ന രീതിയിൽ ഈ പറഞ്ഞ പോലെ ലോകയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളിയിലേക്കുള്ള, കേരളത്തിലാണ് നടക്കുന്നത് ബട്ട് സ്റ്റിൽ എവിടെ വേണമെങ്കിലും നടക്കാം. അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ദുൽഖർ നല്ലപോലെ പ്ലാൻ ചെയ്തിട്ടുള്ള സംഭവമായിരിക്കണം. ദുൽഖർ എവിടെയാണ്? ദുൽഖർ വരുന്നുണ്ട്, ഐ ആം ഗെയിം വരുന്നുണ്ട്. ഇനിയിപ്പം അടുത്ത ഇത് ഷെഡ്യൂളുകൾ കഴിഞ്ഞാൽ കേരളത്തോട്ട് വരുമെന്ന് തോന്നുന്നു. ദുൽഖർ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അതിനകത്ത് ജോയിൻ ചെയ്തുള്ളൂ. ദുൽഖർ ഇപ്പോൾ ഇടയ്ക്കൊരു എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയാം, ഒരു പോസ്റ്റ് കണ്ടതാണ്. 15 പടങ്ങൾ, ലാസ്റ്റ് 15 പടങ്ങളിൽ പൊട്ടിയ പടങ്ങൾ, അതായത് വിജയിക്കാത്ത പടങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൊട്ടിയത് നിവിൻ-പോളിക്കോ 11 പടവും ഉണ്ട്, 12 പടവും കണ്ട് പൊട്ടി. അത് കഴിഞ്ഞിട്ട് പൃഥ്വിരാജിന് ആസിഫ് അലി ഉണ്ടായിരുന്നു, പൃഥ്വിരാജിന് 7 പടവും, ദുൽഖറിന് 3-4 പടം കണ്ടാ പൊട്ടിയിട്ടുള്ളൂ 15 പടങ്ങളിൽ. അവൻ ഒത്തിരി പടം ചെയ്തില്ലല്ലോ. പക്ഷെ ചെയ്യുന്നില്ല. ഈ 15 പടം എന്ന് പറയുന്നത് ചിലപ്പം 10 വർഷം കൊണ്ടായിരിക്കും 15 പടം ചെയ്ത്. ഒരു പടവും അങ്ങനെ അങ്ങ് ഇറങ്ങുന്നില്ല. ഒരു വർഷത്തെ എത്ര പടം? അവൻ അതിൽ കൂടുതൽ പടം വലിയ അന്യ സംസ്ഥാനത്ത് ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് ബോളിവുഡിൽ പോയി. തെലുങ്കിൽ ചറവറ പടവാ, തമിഴിലിടയ്ക്ക് പോകുന്നുണ്ട്. തെലുങ്കിൽ ഇപ്പൊ കൺസെക്റ്റീവ് പടങ്ങൾ വരുന്നത് തെലുങ്കിലാ. ഒരെണ്ണം കഴിഞ്ഞാൽ അടുത്തത് ലക്കി ഭാസ്കർ കഴിഞ്ഞാൽ അടുത്തത് കാന്ത വന്നിട്ടുണ്ട്. കാന്ത കഴിഞ്ഞാൽ അടുത്തത് ഡീലേക്ക് ഇല്ല, അത് ഇനി വരുന്നതേ ഉള്ളൂ. അതൊക്കെ ആലോചിച്ച് നോക്കണം. തഗ് ലൈഫ് വേണ്ടെന്ന് വെച്ചിട്ട് ഇതിന് പോയത്, ലക്കി ഭാസ്കറിന് പോയെന്നാ പറയുന്നത്. വളരെ നല്ല കാര്യം. അയ്യോ, ചിലപ്പോ കേട്ടപ്പോഴേ മനസ്സിലായി ഓടി രക്ഷപ്പെടുന്നത്. എന്താ ചിമ്പുവിന് പകരമായിട്ടോ? ചിമ്പുവോ മറ്റേ ലവനാന്ന് തോന്നുന്നു, പോലീസ് ഓഫീസറായിട്ട് എടുക്കാൻ വരുന്നുണ്ടല്ലോ. ഞാൻ കണ്ടില്ല പടം. ഞാൻ പറഞ്ഞില്ലേ, അത് കാണാൻ ഞാൻ കാണുന്നില്ല. ഫസ്റ്റിലെ നെഗറ്റീവ് റിവ്യൂ വന്നപ്പോഴേ വിചാരിച്ചു ഓക്കെ കാണുന്നില്ല എന്ന് വിചാരിച്ചു. പഴയ ആൾക്കാർ ഇനിയിപ്പോൾ കഥയൊന്നും എഴുതാൻ നിൽക്കരുത്, പുതിയ ഡയറക്ടേഴ്സിന് കൈ കൊടുക്കുക, അത്രേ ഉള്ളൂ. മോഹൻലാൽ, മമ്മൂട്ടി എല്ലാവരും സഹിതം. മമ്മൂട്ടിക്ക് അത് നേരത്തെ മനസ്സിലായി. മമ്മൂട്ടി നേരത്തെ കൊച്ചു പിള്ളേർക്ക് കൈ കൊടുത്ത് തുടങ്ങിയത്. അവർക്കറിയാം എങ്ങനെ ഇപ്പോഴത്തെ നമ്മുടെ ഓൾഡ് നായകനെ എങ്ങനെ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കാം. അതെ, അത് കാണിച്ചില്ല. അതെ, പണ്ടത്തെ മൈൻഡ് അല്ലല്ലോ ഓഡിയൻസിന്. പണ്ടത്തെ ഓഡിയൻസ് അല്ല ഇപ്പം. പ്രത്യേകിച്ച് ഓഡിയൻസിനെ എത്തിക്കണമെങ്കിൽ മോഹൻലാൽ ഇറങ്ങണം. അല്ല, കോവിഡിന് ശേഷം തന്നെ പുതിയ ഓഡിയൻസിന്റെ ഒക്കെ കാഴ്ചപ്പാട് സിനിമയിലുള്ള ഒരു ഇത് മാറിയിട്ടുണ്ട്. അതല്ലേ മമ്മൂട്ടി പറഞ്ഞത്, ലോക സിനിമ എക്സ്പോസ്ഡ് ആയി കിടക്കുക. ഇപ്പൊ OTT വന്നതോടെ എല്ലാ ലാംഗ്വേജിലും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. അതെ, അപ്പൊ പിന്നെ ഇവിടെ ഈ കുഞ്ഞു സാധനം ഇറക്കി വിട്ടിട്ട് അവർക്ക് സത്യം. അപ്പോൾ ഇപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, സോറി ഓഫ് ദ ടോപ്പിക്കാണ്. മമ്മൂട്ടിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നത്. മമ്മൂട്ടിക്ക് എന്തോ ഒരു അസുഖം, അതിനെന്തെങ്കിലും കൺഫർമേഷൻ എന്തോ? പുള്ളി ചികിത്സയില്ല, കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. ആണല്ലേ? അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ഇല്ല. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ഓഡിയോ വന്നായിരുന്നു, പുള്ളി ഒരു ആശംസ നടന്നത്. അതപ്പോൾ നമുക്ക് ആശ്വാസമായി. മമ്മൂട്ടിയുടെ വോയിസ് പറയുന്നതായിട്ട് കേട്ടാൽ മറ്റേ 40 വർഷം സിബി മലയിൻ്റെ 40 വർഷത്തെ ഇത് വെച്ചിട്ട് ഒരു ആശംസ കൈരളി ന്യൂസിൽ കൊടുത്തായിരുന്നു. ഓക്കെ. അത് കേട്ടപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ആശ്വാസം, നമുക്ക് തിരിച്ചു വരും. എന്തോ ഒരു മറ്റേ നേരത്തെ ശബരിമലയിൽ ലാലേട്ടൻ പോയിട്ട് ഒരു സംഭവം ചെയ്തായിരുന്നല്ലോ, ആ ടൈമിലുള്ള ആ ഒരു അസുഖം തന്നെയാണോ? ട്രീറ്റ്മെന്റില്ല. ഓക്കെ. ഒരു അസുഖം പറഞ്ഞാൽ നമ്മൾ ആൾക്കാരെ വേദനിപ്പിക്കണ്ടല്ലോ. ഓക്കെ. എന്തായാലും പെട്ടെന്ന് റെഡി ആയിട്ട് വരട്ടെ. അതിനുശേഷമാണോ മറ്റേ എന്തോ ഒരു പടം തമ്മിലുള്ള പ്ലാൻ? അത് കഴിഞ്ഞ് എന്തുണ്ട് മറ്റേ ഇത് മഹേഷ് നാരായണൻ മോഹൻലാൽ ചിത്രം. അത് ഇപ്പൊ ഒരു ന്യൂസ് പറയുന്ന കേട്ട്, മമ്മൂട്ടിക്ക് വയ്യാത്തോണ്ട് സ്ക്രിപ്റ്റ് എഴുതി ചേഞ്ച് ചെയ്ത് മോഹൻലാലിനെ ഈറാക്കുന്നൊക്കെ. ചുമ്മായിരിക്കും, മോഹൻലാൽ മമ്മൂട്ടി വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ വെറുതെ ആയിരിക്കും, അടിച്ചിറക്കുകയല്ലേ ആൾക്കാർ. അതിനെനിക്ക് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കാരണം ഓൾറെഡി ഡേറ്റ് മേടിച്ച് വെച്ചേക്കുന്നതിനെ പെട്ടെന്ന് ഡേറ്റ് ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അല്ല, അതുമല്ല, ഒരു എന്താ പറഞ്ഞ ഒരു സന്തുലിതാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കണമല്ലോ. അല്ല, പിന്നെ രണ്ടുപേരെയും കൂടെ കൊണ്ടുവരത്തില്ലല്ലോ. അങ്ങനെ ഒരു സാധനം എനിക്ക് തോന്നുന്നില്ല അഴിച്ചു പണിയൊന്നും. രണ്ടുപേരും ഇന്റർനാഷണൽ സ്റ്റഫാ, ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിട്ട്. കുഞ്ചാക്കോവനുണ്ടോ? കുഞ്ചാക്കോവന്, ഫഹദ് ഫാസിൽ, മമ്മൂട്ടി, മോഹൻലാൽ. മമ്മൂട്ടിയാ മെയിൻ, മോഹൻലാൽ ക്യാമിയോ ആയിരിക്കും. ഇച്ചിരി എക്സ്റ്റൻഡഡ് ക്യാമിയോ ആയിരിക്കും. ഇച്ചിരി കൂടുതൽ സമയം കാണും. അത് തന്നെ മോഹൻലാൽ ഇപ്പോൾ 2-3 ക്യാമിയോ ഇതാക്കുന്നുണ്ടല്ലോ. കണ്ണപ്പ, ഇത്
പിന്നെ വൃഷഭ, അതിനകത്തൊക്കെ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ പോലത്തെ ക്യാരക്ടർ ആയിരിക്കും. ഇനിയിപ്പം മലയാളത്തിൽ തമിഴിൽ നിന്ന് 2 പടത്തിനും അജിത് കുമാറിൻ്റെ പടത്തിനും ശിവകാർത്തികൻ പടത്തിലൊക്കെ വിളിച്ചിട്ടുണ്ട്. വന്നിട്ടില്ല മോഹൻലാൽ. ഓക്കെ. അങ്ങനെ കുറേ സംഭവങ്ങൾ ഓഫ് ദ ടോപ്പിക് സാധനങ്ങൾ കിടപ്പുണ്ട്. വരണോ ഇനി? ഇപ്പം പതുക്കെ സൗത്ത് ഇന്ത്യയിലെ സിനിമകൾ മൊത്തം സൗത്ത് ഇന്ത്യൻ സിനിമയായി മാറണം. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ സിനിമ, ഇപ്പം ബോളിവുഡ് എന്ന് പറയുന്നൊരു സംഭവം സൗത്ത് ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞ് വേറെ കിടക്കുന്നു. ബോളിവുഡുകാർ സൗത്ത് ഇന്ത്യൻ സിനിമ ഏറ്റെടുക്കുന്നേ അതാണ്. പുഷ്പയൊക്കെ ഏറ്റെടുത്തപ്പോഴേ മനസ്സിലായി അവർക്ക് ഇതെല്ലാം പിടിക്കും. അതുപോലത്തെ സാധനം എടുത്ത് കൊടുത്താൽ മതി. ഇപ്പൊ ദൃശ്യം 3 നമ്മുടെ കയ്യിൽ നിന്ന് പോയതുകൊണ്ട് വേണേൽ ദൃശ്യം 3 അവിടെ കൊണ്ട് ഒക്കെ ആയിരുന്നെങ്കിൽ ഏറ്റെടുത്തോണേ. അതിപ്പോ മറ്റേത് റീമേക്ക് കിടപ്പുണ്ടല്ലോ അവിടെ അജയ് കണ്ട് അഭിനയിച്ച് പൊട്ടാക്കോടെ ചെയ്തേക്കല്. അത് ഫസ്റ്റ് ഓൾറെഡി അങ്ങ് പോയില്ലേ, പണ്ട് ഇറങ്ങിയല്ലേ 2015. അതെന്നാലേ അവർ ശ്രദ്ധിക്കത്തുള്ളന്നേ. നമ്മൾ അന്നൊരു മോഹൻലാലിനെ കൊണ്ടിറക്കി അവരാരും കാണത്തില്ല. അല്ല 2010 അല്ലേ? 2013 ആണോ ദൃശ്യം ഫസ്റ്റ്? അപ്പം അത്രയും ആ സമയം 2013 ആയിരിക്കും തൃശ്ശൂർ. ഓക്കെ. 2013 ആ ഒരു സ്റ്റഫ് കൊണ്ടുവന്ന സമയത്ത് മോഹൻലാലിനെ ചിലപ്പോൾ അത്ര പേർക്ക് അറിയണമെന്നില്ല, അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ വിജയിക്കത്തില്ല. അങ്ങനെ ഓടത്തില്ല. ഇപ്പൊ ഇറങ്ങിയാലും മോഹൻലാലിന്റെ അങ്ങനെ ഓടത്തില്ല. ദുൽഖർ പോലെ ഉണ്ട്. അതായത് ഈ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുന്നതിന്റെ ഒരു വാല്യൂ ഉണ്ട്. ദുൽഖർ വന്ന് വെച്ചാൽ എക്സ്റ്റാബ്ലിഷ്ഡ് ആയി എല്ലാ ഇൻഡസ്ട്രിയിലും. അവനൊരു സോളോ ഹിറ്റ് പറ്റും. ഇല്ലേ മോഹൻലാൽ ഇറക്കണ സബ്ജക്റ്റ് അതുപോലെ ആയിരിക്കണം. ഒന്നെങ്കിൽ രാജമൗലി കൊണ്ടുവരുന്ന മോഹൻലാൽ ആയിരിക്കണം. അങ്ങനെ ആണെങ്കിലേ അത് നടക്കത്തുള്ളൂ. അങ്ങനെ സാധനം വേണം. അതിനകത്തൊരു ഒരു ഒരു ഫാക്ടറുണ്ട്. വേണ്ട രാജമൗലി ഇപ്പം മഹേഷ് ബാബുവിനായിട്ട് പടം ഇറക്കുക. എവിടൊക്കെ കത്തുമെന്ന് എനിക്ക് കണ്ടറിയാം. ഏത് പടം? മറ്റേ ഇത് അതിന് പേരിട്ടിട്ടില്ല. മഹേഷ് ബാബുവിന്റെ അഡ്വഞ്ചർ, മറ്റേ ഇന്ത്യാന ജോൺ പോലൊരു സാധനം. അതിനുവേണ്ടി വാരണാസിയിൽ ഷൂട്ടിങ് പറ്റാത്തതുകൊണ്ട് വാരണാസി ഫുള്ള് സെറ്റിട്ട് 50 പിടിക്ക്. എൻ്റെ അമ്മ നല്ല ചോദി. അതാണ് അവിടെ നടക്കുന്നത്. അടിപൊളി. അത് പൃഥ്വിരാജ് ഉണ്ടെന്ന് പറയുന്നിട്ട് എന്താന്ന് അറിയത്തില്ല. വില്ലനായിട്ടാ ഞാൻ പൃഥ്വിരാജും എന്താ പറയുന്നേ ടോർച്ച് ബാരിയർ പറയാം. അതെ അതെ. അത് എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ദുൽഖർ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു സൂപ്പർ സ്റ്റാർ ഇൻ എവറി ഇൻഡസ്ട്രി എന്ന് പറയുന്ന പോലെ ദുൽഖർ പോവാണ്. പക്ഷേ പൃഥ്വിരാജ് അങ്ങനല്ല പോകുന്നത്. മലയാളത്തിൻ്റെ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ലെവലിലോട്ടാണ് പൃഥ്വിരാജ് മാറുന്നത്. അതായത് ഈ പ്രൊഡക്ഷൻ ഹൗസ് ലെവലിലോട്ടാണ് പോകുന്നത്. മലയാളത്തിന് എവിടെയൊക്കെ പിച്ച് ചെയ്യാം. പൃഥ്വിരാജ് ഓക്കെ വലിയ ഭയങ്കര ആക്ടറാണ് അല്ലെങ്കിൽ ഭയങ്കര സൂപ്പർ സ്റ്റാറാണ് എന്ന് ഒരിടത്തും. ഈവൻ മറ്റേ എന്താ പറയുക അക്ഷയ് കുമാറിൻ്റെ കൂട്ടത്തിൽ പടത്തിൽ വന്നല്ലോ. എന്നിട്ട് പോലും അതിനകത്ത് പോലും മലയാളത്തിൻ്റെ ഭയങ്കര സംഭവമാണ്, സൂപ്പർ സ്റ്റാറാണ്, അല്ലെ പൃഥ്വിരാജ് വന്നിടത്ത് ഭയങ്കര കയ്യടി, അങ്ങനൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ഒരു കൗപ്പുള്ളറായിട്ട് ദുൽഖർ മാറിയിട്ടുണ്ട്. എവിടെ ചെന്നാലും ദുൽഖറിനൊരു കയ്യടിയും അല്ലെങ്കിൽ ഒരു ആരാധന കഴിഞ്ഞ ക്രൗഡ് പുള്ളർ ദുൽഖറാ. വെളി നോക്കി കഴിഞ്ഞാൽ വെളി നോക്കിയാലും അതന്നെ. അല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ പറയുക മോഹൻലാലിനേക്കാളും കൂടുതൽ ആൾക്കാരെ അതല്ല ഞാൻ പറയുന്നത്. കേരളത്തിൽ മോഹൻലാൽ കഴിഞ്ഞാൽ ദുൽഖറേ ഉള്ളൂ അത്രയും ക്രൗഡിനെ പുള്ളിയാൻ കഴിയും. എന്ന് വെച്ചാൽ കൊത്ത അതിന് തെളിവാ. കൊത്ത പണ്ണായി പോയതുകൊണ്ട് ഇല്ലായിരുന്നെങ്കിൽ ആദ്യം 100 കോടി അടിച്ചാനായിരുന്നു. കൊത്ത അതുപോലത്തെ ഒരു സാധനം, ഒരു മെറ്റീരിയലായിരുന്നു. അത്ര പോലെ ഹൈപ്പ് കൊടുത്ത് അത്രയ്ക്ക് പ്രൊമോഷൻ ചെയ്ത് ഇറക്കിയ സാധനമാണ്. പക്ഷെ അത് വെറും ചളവാക്കി കളഞ്ഞു. ഇനിയിപ്പോ പ്രതീക്ഷ ഐ ആം ഗെയിം. കൊത്തയൊക്കെ ഞാൻ പ്രതീക്ഷയുള്ള ഒരു പടമായിരുന്നു. സത്യം ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ഇപ്പൊ കാരണം എനിക്ക് ആദ്യമേ കൊത്തയെന്ന് പറഞ്ഞപ്പം എനിക്ക് ആദ്യത്തെ ഒരു സാധനം ഉണ്ടല്ലേ എന്താ തടയാൻ പറ്റുമെങ്കിൽ തടയണം അങ്ങനത്തെ ഒരു സാധനം വന്നല്ലോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കുറെ അലവലാതെ ഡയലോഗുകൾ കുത്തിത്തിരികി വെറുതെ എല്ലാം ബാക്കി കളഞ്ഞു. അതെ സബ്ജക്റ്റ് കൊള്ളത്തില്ല ഓൾറെഡി. പിന്നെ അതിന്റെ കൂട്ടത്തിൽ പന്ന ഡയലോഗ് കുറെ സ്ലോ മോഷനും എക്സ് ബിജി ഉള്ളായിരുന്നു. അതിനകത്ത് കൊള്ളാവുന്നു. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഈ ദുൽഖർ നടത്തിയ ഒരു പ്രൊമോഷനുണ്ട്. എൻ്റെ പൊന്ന് എവിടെ മോഹൻലാൽ ആശീർവാദിന് പോലും പറ്റിയിട്ടില്ല കേട്ടോ. ഇത് കിടിലായിട്ട് ചെയ്തിട്ടോ അതുപോലെ പ്രൊമോഷൻ അവൻ ചെയ്തു വെച്ചത്. കൊത്തയ്ക്ക് ദുൽഖർ നടന്ന് പ്രൊമോഷൻ നടത്തി കണ്ടപ്പോൾ നമ്മൾ പടമായിരിക്കും അല്ല കിടിലും പടമായിരിക്കും ഞാൻ പോയി കണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. ആ പ്രൊമോഷൻ സത്യം പറഞ്ഞാൽ ആരെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്തോ? ഇല്ല. അതില് വലിയ പ്രൊമോഷൻ നടത്തിയത് ആശീർവാദ മോഹൻലാലിന്റെ പടം വെച്ചിട്ട് എമ്പുരാനും ഒക്കെ വെച്ചിട്ട് ഭയങ്കര സംഭവമായിരുന്നു. അതിലും വലുതാണ് ദുൽഖർ ചെയ്ത് കാണിച്ചത്. ഭയങ്കര പ്രൊമോഷൻ ആയിരുന്നു. ഭയങ്കര ഇതുവരെ മലയാളത്തിൽ വന്നതിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊമോഷൻ നടത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുൽഖർ കൊത്തയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് എൻ്റെ എനിക്കും അങ്ങനെ തോന്നിയിട്ടുള്ളത്. വേറെ ഒരു പടം അത്രയും അങ്ങോട്ട് അത്രയ്ക്ക് ആൾക്കാരെ കയ്യിലെടുത്തത് എടുത്തെടുത്ത് പടം ഒന്ന് കളിക്കായിരുന്നെങ്കിലോ ഇടിച്ചപ്പ് കിട്ടാതെ പോയാലായിരുന്നു.
അത് വേണമെങ്കിൽ ദുൽഖറിന് ഏത് ഭാഷയിലും അത് പാൻ ഇന്ത്യൻ പോലെ ഇറങ്ങിയത് പക്ഷെ അത് ക്ലിക്ക് ആയിരുന്നെങ്കിൽ മറ്റൊരു KGF അത് സംഭവിച്ചേനെ. ചിലപ്പോൾ അവരുടെയും ഇത് വിചാരം അങ്ങനെ ആയിരിക്കും, ഒരു KGF പോലൊരു സാധനം വരുമെന്ന് വിചാരിച്ചായിരിക്കും. എന്തായാലും പറ്റും, പക്ഷെ ദുൽഖറിനാ പറ്റത്തുള്ളൂ ഇനി പറ്റുവാണെങ്കിൽ. അതെ, പൃഥ്വിരാജിന് പോലും എനിക്ക് തോന്നുന്നില്ല നടക്കുന്നില്ല. പൃഥ്വിരാജ് എനിക്ക് തോന്നുന്നു മോഹൻലാലിനെ വെച്ച് അങ്ങനെ അടിയടിക്കാൻ നോക്കിയത് എമ്പുരാൻ. പക്ഷേ മാർക്കറ്റ് തുറന്നു, മാർക്കറ്റ് ഉറപ്പാണ്. എവിടൊക്കെ പോയെന്നറിയോ, അവിടെ എല്ലാം മലയാളീസ് കയറി. ഇനി കാണേണ്ടത് അടുത്ത ലെവലാണ്, അടുത്ത സാധനം. അതിന് ഇവനെ പറ്റത്തുള്ളൂ, ദുൽഖറിനെ പറ്റത്തുള്ളൂ. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇവൻ പൃഥ്വിരാജ് ദുൽഖറിനെ വെച്ചിട്ട് കിടിലം പടം ചെയ്യണം. അപ്പം അറിയാം ഏത് ലെവലിൽ പോകുന്നത്. പൃഥ്വിരാജ് എന്താ പറയുന്നത്, മോഹൻലാലിനെ വെച്ചിട്ട് മറ്റേ രണ്ടാം മൂഴം ചെയ്യണം, എനിക്ക് പ്രത്യേക ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ ഈ എമ്പുരാൻ 2 ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നവരുടെ എനിക്കൊരു അത് ചരിത്രമൊക്കെ വേണമെങ്കിൽ പിടിക്കാം. അവന് പ്രത്യേകിച്ച് ഈ രാജമൗലിയുടെ ഈ പൃഥ്വിരാജ് എല്ലാ ഇൻഡസ്ട്രിയും ചെന്ന് പഠിക്കുന്നുള്ളൂ, സാധനങ്ങൾ അവൻ ടെക്നിക്കലി ഭയങ്കര അപ്ഡേറ്റഡ് ആവാൻ. അതെ, അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത്ര അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആരുമില്ല. മറ്റേ എന്താ പറയുക, മറ്റേ മോഹൻലാൽ പൃഥ്വിരാജ് വേറൊരു പടം ഉണ്ടായിരുന്നല്ലോ, ബ്രോഡാഡി വർക്കായിരുന്നു. എനിക്ക് വർക്കായി. എനിക്ക് ആ മോഹൻലാലിന്റെ അഭിനയം അത് റിപ്പീറ്റ് വാല്യൂ ഉള്ള പടമാണ്. പക്ഷെ കുറെ പേർ ആ സമയത്ത് കുറെ പേർക്ക് കുറ്റം പറഞ്ഞു, നെഗറ്റീവ് അടിച്ചു. അത് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ, ചിലടത്ത് പറയുമ്പം ചേട്ടനടുത്ത് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് വർക്കായില്ല, അവർക്കാർക്കും വർക്കായില്ല. ഇതെന്തൊരു വളുപ്പായിരുന്നു, ഇങ്ങനെ കാണിക്കുന്നത്, ചുമ്മാ എടുത്ത് നശിപ്പിച്ചുള്ളത്. അവർ എക്സ്പെക്ട് ചെയ്ത് മേ ബി പോയത് ലൂസിഫർ പോലത്തെ പടമായിരിക്കാം അവർ തമ്മിലുള്ള. പക്ഷെ പൃഥ്വിരാജ് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പടം ലൈറ്റ് ഹാർട്ട് സംഭവമാണ്, OTT വേണ്ടി നിർമ്മിച്ചാണ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു മൈൻഡിലാണ് ഞാൻ കാണായിരുന്നത്. ഫസ്റ്റ് ഈ പറഞ്ഞ 10 മിനിറ്റ്സിൽ തന്നെ അതിനകത്ത് ഇന്നായി. അതിനുശേഷം എനിക്ക് മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. എനിക്ക് ആ ഒരു വൈവിധ്യത്തിൽ കാണാൻ പറ്റി. പക്ഷെ അവരൊക്കെ ഭയങ്കര നെഗറ്റീവ് പറഞ്ഞു. അപ്പം നമുക്ക് നമ്മൾ കണ്ട പടമല്ലേ കണ്ടത് എന്നുള്ളൊരു ലെവലാണ്. പക്ഷെ അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിനനുസരിച്ചിരിക്കും. അതേപോലെയൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെ തിരിച്ചു പറഞ്ഞല്ലോ, തേരാപ്പാര ആ സാധനമൊക്കെ അതേപോലെ ഒരു സംഭവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. അതേപോലെ ഒരു സ്പേസ് ഉണ്ട് കോമഡിക്ക്. പടക്കളത്തിനകത്തും അതേപോലെ ഒരു കോമഡിയാണ് അവർ ട്രൈ ചെയ്തത്. കണ്ടില്ല? ഓക്കെ, അത് കണ്ടുപോകണം. അത് വെച്ചാൽ അവരൊരു ഈ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് തന്നെ നടക്കുന്നതെല്ലാം ഒരു കോമഡിയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞ ഈ ഇതുണ്ടല്ലോ മറ്റേ ഡയറക്ടർ ആക്ച്വലി ഒരു DC ഫാനാണ്. അതിനകത്ത് എല്ലാ സാധനവും കാണിക്കുന്നുണ്ട്, എല്ലാ സാധനവും കാണിക്കുന്നുണ്ട്. ഇമാരിടുന്ന ഡ്രസ്സ് മുതൽ എല്ലാ സംഭവങ്ങളും അതിനകത്ത് ഈ DC-യുടെ സാധനങ്ങളുണ്ട്. ഇടയ്ക്ക് എന്തോ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്, അവൻ മാർവലിൻ്റെ ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ട് വരും, ഒറ്റ അടി തന്നെ ചെള്ളക്ക് നോക്കി അതൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ല കിടിലമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് പടം കാണാൻ, നല്ല രസമാണ്. അത് കണ്ടുപോകും. അത് കോമിക് ഈ പറഞ്ഞതെന്ന് വെച്ചാൽ കോമിക് സാധനങ്ങൾ അതിനകത്ത് ഒരു പാർട്ട് പിടിച്ചിരിക്കുന്നത്. അപ്പം അതൊരു എന്താ പറയുക, ഒരു ഫാൻറ്റസി ഉള്ള ഒരു പടമായതുകൊണ്ട് തന്നെ ഇതൊരു ഫാൻറ്റസി വേൾഡാണല്ലോ. തേരാപ്പാര എന്ന് പറയുന്നത് റിയൽ ടൈം നടക്കണമെന്നും ഇതില്ല, മണ്ടന്മാരുടെ ഒരു കഥയാണ്. അപ്പം പക്ഷെ അതാണ് ഞാൻ പറയുന്നത്, അത് ഇങ്ങനെ കൊണ്ടുവരുന്നെങ്കിലും മറ്റേ തിയേറ്റർ മൊമെന്റും നമ്മള് സ്ക്രീൻ മൊമെന്റും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഉടനെ വീട്ടിൽ ഇരുന്ന് കാണുന്നത്. ഇപ്പം എന്താ തേരാപ്പാരയ്ക്ക് നമുക്ക് ഇവിടെ ഇരുന്ന് ചിരിക്കാൻ പറ്റും, മറ്റൊരു തിയേറ്റർ മൊമെന്റ് വേണം. അല്ലെ ആൾക്കാർ പറയും റീൽസ് എല്ലാം കൂടെ എടുത്ത് കട്ടിക്കൂട്ടി പറയും. വാഴയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? വാഴയ്ക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് കുറെ റീലുകൾ ഒരുമിച്ച് ചേർത്ത് വെച്ചൊരു സിനിമയാക്കി എല്ലാവരും പറഞ്ഞത്. അതൊരു ചലഞ്ചാണ് ഒരു പ്രോപ്പർ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പൊ അവന്മാര് കുറെ തെളിയിച്ച് ഇപ്പം അവസാനം ഇറങ്ങിയ പടം പോലും എനിക്ക് സിനിമ ഫീലാ തന്നത്. കൊച്ചത് കണ്ടത് ആ ഡിറ്റക്റ്റീവ് സംഭവങ്ങളുണ്ടല്ലോ, കണ്ടുപിടിക്കാൻ പോകുന്നത് അതൊക്കെ ഭയങ്കര സ്റ്റൈലായിട്ടാണ് ചെയ്തു. ഒരു സിനിമ ക്വാളിറ്റി ഉണ്ട്. അപ്പൊ അവന്മാർക്ക് ചെയ്യാം. അതെ, പക്ഷെ ഇതുവരെ ആവരുന്നേ ഉള്ളൂ. വരട്ടെ, അവന്മാരെ കയറി വരട്ടെ. എനിക്ക് സിനിമ ചെയ്യണം, എനിക്ക് വേണം. ആ തേരാപ്പാര പറഞ്ഞ ചെയ്യണം. കരിക്ക് കേൾക്കുകയാണെങ്കിൽ തട്ടിക്കൂട്ടി എടുക്കുക. അല്ല തട്ടിക്കൂട്ടല്ല ഉമ്മാര്, അല്ല നല്ല സാധനം എടുക്കുക. അല്ല ഇനിയിപ്പോ നല്ല ഉമ്മാര് ഈ കരിക്ക് ഇനി തിയേറ്റർ സംഭവം ഇറക്കുന്ന സമയത്ത് ഭയങ്കര എക്സ്പെക്ടേഷൻ ഹൈ ആയിരിക്കും. അപ്പൊ അത് മീറ്റ് ചെയ്തില്ലെങ്കിൽ ഉമ്മാരുടെ ചാനലും പോവും, അതും പോവും, അവിടെ ഇവിടെ ഇല്ലാതായി പോകും. അതിനേക്കാളും നല്ലത് വെയിറ്റ് ചെയ്ത് നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതി, മേ ബി പ്രൊഡക്ഷനിലൊക്കെ പ്രശ്നമായിരിക്കും. മേ ബി ഉമ്മാര് വെയിറ്റിംഗ് ആയിരിക്കും, എഴുതിക്കൊണ്ടായിരിക്കും. എല്ലാം കറക്റ്റാക്കി വെച്ചേക്കുമായിരിക്കാം. തേരാപ്പാര തന്നെന്നെങ്കിലും
ഈ കോവിഡ് സമയത്ത് ആയിരിക്കാം ഇത് ഓക്കെ സിനിമയാക്കണമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് അങ്ങനല്ലേ അതെ അതെ ഇത് വന്നത്. കോവിഡ് സമയത്ത് ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മാറിയപ്പോഴത്തേക്ക് അവന്മാരും തന്നെ കൺഫ്യൂസ് ആയി കാണും. ചിലപ്പോൾ കൈ കാണും. അതെ, ഇനി എങ്ങനെ ഇറക്കി എത്രത്തോളം വിജയിക്കുമെന്ന് അവന്മാർക്ക് തന്നെ ഡൗട്ട് ആയിരിക്കും. സിനിമയിൽ എത്തിപ്പെടാനും ഒരു ഇത് വേണമല്ലോ, അങ്ങ് വരാൻ പറ്റത്തില്ലല്ലോ. വിജയ് ബാബു പോലൊരു പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെ ചിലപ്പം അല്ല, നല്ലൊരു ഇത് വന്നു കഴിഞ്ഞാൽ വിജയ് ബാബു എന്തായാലും സപ്പോർട്ട് ചെയ്യും. അതെ, അങ്ങനെ പുള്ളിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ്. കാരണം ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത ടീമാണ് വിജയ് ബാബുവിനെ പോലുള്ള പ്രൊഡക്ഷൻ ഹൗസ്. ഐ മീൻ എന്തായിരുന്നു ഫ്രൈഡേ ഫിലിംസ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസ് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ എന്താ പ്ലെയിൻ ഇതിൽ കഥ പറഞ്ഞു കൊടുക്കുന്ന രീതി വെച്ചിട്ട് വരെ സപ്പോർട്ട് ചെയ്ത് വരാം. അപ്പം ഇവന്മാർ നല്ലൊരു സ്ക്രിപ്റ്റുമായിട്ട് ഇത്രയും തെളിയിച്ച ആൾക്കാർ, ഇത്രയും ഓഡിയൻസ് ഓൾറെഡി ഉള്ള ആൾക്കാർ വിജയ് ബാബുവിനെ അപ്രോച്ച് ചെയ്യുക, പ്രത്യേകിച്ച് പബ്ലിസിന്റെ ആവശ്യമില്ല. കരിക്കിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ കണക്ട് ആയി. അപ്പം അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊണ്ടുവച്ചിരുന്ന വിജയ് ബാബുവിനെ പോലുള്ള ഫ്രൈഡേ ഫിലിംസിനെ പോലുള്ള പ്രൊഡക്ഷൻ ഹൗസ്, വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്ററിനെ പോലുള്ള പ്രൊഡക്ഷൻ ഹൗസ്, ഇവരെല്ലാം ഒരേ നൂലി കെട്ടാവുന്ന ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുന്ന ടീമുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഹെൽപ്പ് കിട്ടും. ബട്ട് എനിക്ക് തോന്നുന്നത് കരിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും നിർമ്മിക്കാനുള്ള പ്ലാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഒരു പ്രൊഡക്ഷൻ ഹൗസിന് പോവാതെ സ്വന്തമായിട്ട് തന്നെ, അതുകൊണ്ടായിരിക്കാം ലാഗ് അടിക്കുന്നത്. സിനിമ അവര് ഉപേക്ഷിച്ചിട്ടൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ വെച്ചിട്ട് എങ്ങനെ ഇവന്മാരൊക്കെ ഇങ്ങനെ ജോലനൊക്കെ പ്രായമാകാൻ പിന്നെ ഒരു ക്യാരക്ടർ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇതുണ്ട്. എല്ലാം ഒത്തു വന്നാ ഓക്കെ ആവും. അതെ, നല്ല ഒരു സിനിമ കാണാം. അതെ, സിനിമകൾ വരട്ടെ, പല പല ടീമിൽ നിന്ന് പല സിനിമ കോമഡി, നല്ല കോമഡിയുള്ള സിനിമകളൊക്കെ മിസ് ആവുന്നുണ്ട്. പഴയ സാധനങ്ങളൊക്കെ ഇപ്പൊ ഇരുന്ന് ഇതാവൂലേ, ചൊട്ടാമ്പയൊക്കെ ഉണ്ടല്ലോ കത്തിക്കേറിയത്. തോട്ടമോനെ ഒരു നല്ലൊരു റീ റിലീസിന് പറ്റിയൊരു സാധനമായിരുന്നു. ഇറക്കി വിട്ടു കൊടുത്താൽ കിടിലൻ കത്തി അങ്ങ് കയറി, അത് സംഭവം. അതേപോലെ യുവമാർക്കൊരു ഓളം ഉണ്ടാക്കാൻ പറ്റട്ടെ. അതെ.